So, hi, hello, good evening everyone, good evening. എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ, സ്ക്രീൻ ക്ലിയർ ആണോ, ആൻഡ് കാര്യങ്ങളെല്ലാം ഓക്കെ അല്ല ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആൻഡ് ഇവിടെ ആരൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാൽ നോക്കട്ടെ. ഇത് നമ്മൾ ഫിസിക്സിലെ തന്നെ വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് ചാപ്റ്റേഴ്സ് ഓഫ് ഫിസിക്സ് ആയിട്ടുള്ള 12th റയോപ്റ്റിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. സോ ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടും അതുപോലെ തന്നെ പഠിച്ചാൽ തീരുന്നില്ല എന്ന് പറയുന്നതും പിന്നെ സൈൻ കൺവെൻഷനിലൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടി പറയുന്ന ചാപ്റ്റേഴ്സാണ്. എല്ലാ വർഷവും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ട്രബിൾ മേക്കിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റയോപ്റ്റിക്സ്. ഒരുപാട് പേര് പഠിക്കാൻ നോക്കും, പക്ഷേ പകുതി വഴിയിൽ വെച്ചിട്ട് പോവും. പക്ഷേ ടു ബി ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് വൃത്തിക്കൊന്ന് പഠിക്കുകയാണെങ്കിൽ അതിലെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി വരുന്ന ക്വസ്റ്റ്യൻസിനെ ടൈപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റേഴ്സ് ടു ലേൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ, അതായത് ഇന്നും പ്രോബബ്ലി ഇന്നത്തോടു കൂടി എന്തായാലും തീരില്ല, നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും റയോപ്റ്റിക്സിന്. കാരണം ഇപ്പോൾ നമ്മൾ കോമ്പി വളരെ ലെങ്തി ആക്കാണ്ട് ഒരു 1.5 hour 2 hours എടുക്കുന്നത്. യൂഷ്വലി കഴിഞ്ഞ വർഷത്തെ കോമ്പി കണ്ടറിയാം, ഐ യൂസ് ടു ടേക്ക് ഫോർ 3 hours. അപ്പോൾ അത്രയും ലെങ്തി അല്ലാത്തതുകൊണ്ട് വി ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദി ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് 2 സെഷനിലായിട്ട് ഇന്നും നാളെ ആയിട്ടായിരിക്കും നമ്മൾ, ഇന്നോ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് പോസിബിൾ ഡേ എന്നാണോ അന്നായിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോവുക, റയോപ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ചാപ്റ്റർ ആൻഡ് വിച്ച് ഇസ് റയോപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. സോ ആസ് എനി യൂഷ്വൽ ഡേ വി ഹാവ് എ കോട്ട് ഫോർ ദ ഡേ വിച്ച് വിൽ ബി സെയിങ് ദിസ്. ഈ കോട്ട് ഇറ്റ്സ് വെരി റിലവൻറ്റ് എസ്പെഷ്യലി ഫോർ ദി പീപ്പിൾ ഹു ഹാവൻ സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ഫോർ ക്രാഷ്. അതായത് 12th ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് പറയും, ഞാൻ +1 +2 ഒന്നും മര്യാദയ്ക്ക് പഠിച്ചില്ല, ആ സമയത്തൊക്കെ ഒരുപാട് ഉഴപ്പി നടന്നു, വൃത്തിക്ക് വിചാരിച്ച പോലെ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നോബഡി ക്യാൻ ഗോ ബാക്ക് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ബിഗിനിങ്, അല്ലേ? ഒരിക്കലും നമുക്ക് പഴയ നമ്മുടെ സമയത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അന്ന് നമുക്ക് ഇങ്ങനെ തുടങ്ങായിരുന്നു എന്ന് പറയാനൊന്നും കഴിയില്ല. ബട്ട് എനി വൺ ക്യാൻ സ്റ്റാർട്ട് ടുഡേ ആൻഡ് മേക്ക് എ ന്യൂ എൻഡിങ്, അല്ലേ? സോ നമുക്ക് ബിഗിനിങ്, നമ്മൾ എന്ത് തുടങ്ങിയാലും വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഇസ് ദി എൻഡിങ്, അല്ലേ? നമുക്ക് നമ്മുടെ നീറ്റ് എന്ന് പറഞ്ഞ എക്സാം വൃത്തിക്ക് എൻഡ് ചെയ്യണം. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ വാട്ട് ഐ ഹാവ് ടു സേ ഇസ്, ഇതുവരെ ആരെങ്കിലും പഠിച്ചിട്ട് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉഴപ്പിപ്പോയി, വിചാരിച്ചത്ര രീതിയിൽ പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മൈ ടേക്ക് ഫോർ യു ഇസ് അതൊക്കെ മറക്കുക. മനസ്സിലായോ? വാട്ട് എവർ തിങ്സ് ദാറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ദാറ്റ് ടൈം, അതിനൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. എവറിത്തിങ് ഈസ് ഇൻ പാസ്റ്റ്, അല്ലെ? അതൊക്കെ നിങ്ങളുടെ ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാം, വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് അവർ മാർക്സ് ബെറ്റർ, അല്ലേ? സോ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാം. May 5th വരെയുള്ള ഈ ഒരു മാസം അല്ലെങ്കിൽ റഫ്ലി അറൗണ്ട് ഒരു 5 weeks നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റായി പഠിച്ച് വിൽ ഗെറ്റ് എ വെരി ഗുഡ് റാങ്ക്. ഓക്കെ ആണല്ലോ. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് വിത്ത് ദാറ്റ് പോസിറ്റീവ് തോട്ട് we are moving to the chapter. And as usual, if anybody needs to connect me, you can connect me over the Insta handle. Okay ആണല്ലോ. സോ ആരൊക്കെ ഇവിടെ ഉള്ള? Zayan is saying hi, Rosna is saying hi, Aditya is saying clear, Sri is saying good evening, Aparna is saying good evening, Shamsu is saying the hi-fi കേട്ടിട്ടുണ്ട്. Okay, Asna is saying hi everyone. So we are starting with ryooptics. Okay, now first of all, ഈ class will be paka clear to all those people who just completed 12th, to the repeaters, to the re-repeaters. നിങ്ങൾക്ക് 3 പേർക്ക് വേണ്ട സാധനങ്ങൾ വരി ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ആരും അയ്യോ ഇത് കിട്ടിയില്ല, പിന്നെ കഴിഞ്ഞ ക്ലാസ് കണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ കോമ്പി ക്ലാസ് കണ്ടിരിക്കുന്നവരാണെങ്കിൽ ഐ ആം സെയിങ് ആൻഡ് ഫ്യൂ എക്സ്ട്രാ തിങ്സ് ഓൾസോ. കഴിഞ്ഞ വർഷത്തെ അപ്രോച്ച് ചെയ്യല്ല, ഐ ആം ടേക്കിംഗ് ഇൻ ടു എ ന്യൂ വേ. ഈ വർഷം പുതിയ രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എനി ന്യൂ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ, അല്ലേ? നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ തന്നെ പറയാം. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഒപ്റ്റിക്സ്. എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലൊരു ബ്രാഞ്ച്. ഓക്കെ, സോ വി ഹാവ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ, തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. വി ലേൺഡ് അബൌട്ട് എ സ്പെക്ട്രം, അല്ലേ? നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്. അതെന്ത് ബേസിസിലാണ്? വേവ് ലെങ്ത്ത് കൂടുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്. അതിനകത്ത് 400 നാനോമീറ്ററും 700 നാനോമീറ്ററും ഇടയ്ക്ക് വരുന്ന ഒരു സ്പെക്ട്രം ഉണ്ട്. അതാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? വി ക്യാൻ സീ ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ വലിയ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ 400നും 700നും ഇടയ്ക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പോർഷൻ വിച്ച് ഈസ് ദി റയോപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ വരുമ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് ഒരു ബേസിക് ഇൻട്രോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്.
Okay, Makle. First one is the geometrical optics or the ray optics. Second one is the wave optics. So, what is the geometrical optics or the ray optics? മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന ലൈറ്റ്, നമ്മൾ പഠിക്കുന്ന ഒപ്റ്റിക്സ് ലൈറ്റിനെ കുറിച്ചാണ്. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ലൈറ്റ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് റേ ഒപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിക്കും, ഈ ഒരു ലൈറ്റ് പോകുന്ന സമയത്ത് നമുക്കറിയാം അത് എയറിലൂടെ പോവും, വെള്ളത്തിലൂടെ പോവും, ഇറ്റ് പാസ് ടു ഡിഫറെൻറ്റ് മീഡിയാസ്. അപ്പോൾ ഡിഫറെൻറ്റ് മീഡിയാസിലൂടെ പോകുന്ന സമയത്ത് അതിനുള്ളിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ബെൻഡിങ്, ഇറ്റ് സ്റ്റാർട്ട്സ് റിഫ്ലക്റ്റിംഗ്, ഇറ്റ് സ്റ്റാർട്ട്സ് റിഫ്രാക്റ്റിംഗ്, അങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ നമ്മളിവിടെ പഠിക്കും. അതുപോലെ തന്നെ ഇതിൽ മെയിൻ പോയിൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത് ദ ഡയമെൻഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് യു ആർ സ്റ്റഡിങ്. അതായത് നമ്മളിവിടെ പഠിക്കുമ്പോൾ വി ഹാവ് വേരിയസ് ഒബ്ജക്റ്റിൽ നമ്മളൊരു മിറർ കീപ്പ് ചെയ്തെന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ ലെങ്ത്ത് ഈ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ അനവധി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ടൈംസ് ലാർജർ. ഓക്കെ ആണല്ലോ, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഈസ് വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ നേച്ചർ ഓഫ് ലൈറ്റ്. അതായത് നമ്മൾ ജസ്റ്റ് ലൈറ്റ് എന്ന് പറയാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പാർട്ടിക്കിൾ ലെവലിലേക്ക് ഇറങ്ങി എങ്ങനെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ, ഇൻ്റർഫറൻസ് എങ്ങനെയാണ്, ഡിഫ്രാക്ഷൻ എങ്ങനെയാണ്, പോളറൈസേഷൻ എങ്ങനെയാണ് തുടങ്ങി ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ഒരു എക്സ്പ്ലനേഷൻ തരുന്ന ഒരു പ്രോസസ്സ് അതായിരിക്കും വേവ് ഒപ്റ്റിക്സിൽ തരുന്നത്. മനസ്സിലാക്കുക. ആൻഡ് വെൻ യു ലേൺ അബൌട്ട് വേവ് ഒപ്റ്റിക്സ്, അവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുന്ന നമ്മുടെ ഒബ്ജക്ട്സ് എല്ലാം ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് കമ്പയറബിൾ വിത്ത് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഹൗ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ദ ബേസിക് ലോ. അതായത് ഒരു ലൈറ്റ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് എപ്പോഴും നേർവരയിലൂടെയാണ് സഞ്ചരിക്കുക. ഇറ്റ് വിൽ നോട്ട് ടേക്ക് എ ഡൈവേർഷൻ, ഇറ്റ് വിൽ നോട്ട് ബെൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇഫ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വാക്വം ഇറ്റ് ഈസ് ഗോയിങ് ടു മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണല്ലോ. സർ റേ ഒപ്റ്റിക്സ് ഇന്ന് ഫുൾ എടുക്കുന്നുണ്ടാവില്ല, ഞാൻ തന്നെയായിരിക്കും റേ ഒപ്റ്റിക്സ് ഫുൾ എടുക്കുക ഇന്നും നെക്സ്റ്റ് ഒരു ക്ലാസ് ആയിട്ട് കേട്ടോ. കാരണം ഈ ഒരു സ്പീഡ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് പോകണമെങ്കിൽ എനിക്ക് 2 ക്ലാസ് വേണ്ടി വരും. അപ്പോൾ കുഴപ്പമില്ല, വിൽ ടേക്ക് 2 ക്ലാസ്സസ്. ഓക്കെ ഫൈൻ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രത്യേകത, ലൈറ്റിന് ഇൻ്റർസെക്ഷനെ ബാധിക്കില്ല. അതായത് 2 ലൈറ്റ് റേസ് ഇങ്ങനെ വന്നാൽ ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവും, ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവും. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് പോലെ മാഗ്നറ്റിക് ഫീൽഡ് പോലെ അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും ലൈറ്റിൻ്റെ കാര്യത്തിലില്ല. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൈറ്റ് റേസ്. അടുത്ത പറഞ്ഞ സ്ട്രെയിറ്റ് പോകുന്നതാണ് ലോ ഓഫ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ. പിന്നുള്ളതാണ് ലോ ഓഫ് റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഒരു ലൈറ്റ് പോകുന്ന വഴിയിലൂടെ തന്നെ അതിന് തിരിച്ചു വരാനും കഴിയും. അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റും, പോയ വഴിയെ തന്നെ ഇറ്റ് വിൽ കം ബാക്ക്. ഓക്കെ ആണല്ലോ. സോ ദോസ് ആർ ദി ബേസിക് ലോ ഓഫ് ലൈറ്റ്. നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രം ദി വെരി ബേസ് ഞാൻ പറഞ്ഞു പോകാൻ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അങ്ങനെ ബേസിക് ലോ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ആർ മൂവിങ് ഇൻ ടു ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് വിച്ച് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ. ഒരു ലൈറ്റ് 2 മീഡിയയുടെ ബൗണ്ടറി തട്ടാണ്. സി, ഇപ്പോൾ ഇവിടെ ഫുൾ എയർ ആണ്, ഒരു ഗ്ലാസ്. സോ ഇത് എയർ ഗ്ലാസ് മീഡിയാണ് അല്ലേ, ഇത് എയർ ആണ്, ഇവിടെ ഗ്ലാസ് ആണ്, ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി. അതിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ദ ലൈറ്റ് വിൽ റിഫ്ലക്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് മൂവ് ബാക്ക് ഇൻ ടു ദ സെയിം മീഡിയ. ഓക്കെ ആണല്ലോ. അതിപ്പോൾ എയറിലാണെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ് തട്ടി എയറിലേക്ക് തന്നെ തിരിച്ചു വരും. ആ പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അത് പോയി തട്ടി തിരിച്ചു വരുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ എസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ആൻഡ് ലൈറ്റ് റിഫ്ലക്ഷന് നമുക്ക് 2 ടൈപ്പ് പറയാം. ഐദർ ഇറ്റ് കുഡ് ബി എ റെഗുലർ റിഫ്ലക്ഷൻ ഓർ ഇറ്റ് കുഡ് ബി എ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. റെഗുലർ എന്ന് പറഞ്ഞാൽ സർഫേസ് ഡിപ്പെൻഡൻ്റ് ആണ്. സർഫസ് സ്മൂത്ത് ആണ്, വളരെ സ്മൂത്ത്, ഈ പെന്നിൻ്റെയൊക്കെ സർഫസ് പോലെ സ്മൂത്ത് ആണെങ്കിൽ ദെൻ യു കോൾ ഇറ്റ് എസ് എ റെഗുലർ റിഫ്ലക്ഷൻ. അല്ല ഇതുപോലെ ഇഫ് ദിസ് ഇസ് കൺസിഡർഡ് എസ് എ സർഫസ്, ദിസ് ഇസ് വെരി ഇറഗുലർ അല്ലേ, അപ്പോൾ ഇതിൽ തട്ടി നടക്കുന്ന ഒരു റിഫ്ലക്ഷൻ, ദിസ് ഇസ് വാട്ട് യു കോൾ എസ് എ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. ഫൈൻ. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ട ഒരു നിങ്ങൾക്ക് യു ക്യാൻ ആഡ് സംതിങ്. ഇതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേസ് ആർ പാരലൽ. സി എവറിത്തിങ് ഇസ് പാരലൽ അല്ലേ, എല്ലാം പാരലാണ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് റിഫ്ലക്റ്റഡ് റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇവിടെ റിഫ്ലക്റ്റഡ് റേസ് എല്ലാം പരസ്പരം പാരലാണ്. പക്ഷേ ഡിഫ്യൂസ്ഡ് നോക്കിയേ, ഡിഫ്യൂസ്ഡ് പാരലാണോ? അല്ല, അത് അവർക്ക് തോന്നിയ രീതിയിൽ പോവാണ് അല്ലേ. സോ റിഫ്ലക്റ്റഡ് റേസ് ആർ നോട്ട് പാരലൽ, ആർ നോട്ട് പാരലൽ. ഓക്കെ ആണല്ലോ. റിഫ്ലക്റ്റഡ് റേസ് പാരലൽ അല്ല. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനിയാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ, അതായത് എന്തൊക്കെയാണ് ഒരു റിഫ്ലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. അതായത് സി ഇപ്പോൾ ഇതാണ് ഇപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ പ്ലെയിൻ? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതലം, ഒരു സർഫസ് എന്നുള്ളതാണ്. ഇപ്പം ഞാനിതിൽ ഇഫ് ദിസ് ഇസ് മൈ പ്ലെയിൻ, ഇതിൽ തന്നെയാണ് ഇൻസിഡൻറ്റ് റേ തട്ടുക, ഇതിൽ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. നോർമൽ എന്ന് പറയുന്നത് എന്താ? ഏത് സർഫസിലാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലറായി നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനാണ്, ഒരു ഇമാജിനറി ലൈനാണ്. ഇത് മൂന്ന് ഒരൊറ്റ പ്ലെയിനിൽ, അതായത് റിഫ്ലക്റ്റഡ് ലൈൻ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ, ഇത് മൂന്നും കൂടെ നിനക്കൊരൊറ്റ പേപ്പർ വെച്ച് തൊടാൻ പറ്റും അല്ലേ? എവറിത്തിങ് ഓൾ ലൈസ് ഇൻ സെയിം പ്ലെയിൻ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ സെക്കൻഡ് ലോ? ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും പരസ്പരം ഈക്വൽ ആണ്. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ ആണല്ലോ? ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അതിനാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് സെറ്റിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ലോ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ എക്സെപ്ഷൻ അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നമ്മളെപ്പോഴും വരച്ച് കാണിക്കുന്നത് ഇറ്റ്സ് ഓൾവേസ് എന്താണ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഈവൻ ടു സർഫസസ് വിച്ച് ആർ നോട്ട് ഫ്ലാറ്റ്. വളരെ ഇറഗുലറായി കിടക്കുന്ന സർഫസിലേക്ക് പോലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സി ഇങ്ങനെ അൺഈവനായി കിടക്കുന്ന സർഫസ് ആണ്. അപ്പോൾ നിങ്ങളിതെങ്ങനെ അനലൈസ് ചെയ്യുക? നേരെ സൂം ഇൻ ചെയ്യുക. നേരെ സൂം ഇൻ ചെയ്യുമ്പോൾ അറ്റ് വൺ പോയിൻറ്റ് യു ക്യാൻ ഡ്രോ എ നോർമൽ, യു ക്യാൻ ഡ്രോ ആൻ ഇൻസിഡൻറ്റ് റേ, യു ക്യാൻ ഡ്രോ എ റിഫ്ലക്റ്റഡ് റേ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മളിതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കറക്റ്റ് നോക്കാം. ആ ഒരു എന്താണ് കേർവ്ഡ് ആണെങ്കിൽ കറക്റ്റ് മാർക്ക് എ പോയിൻറ്റ്, ആ പോയിൻ്റ് ഒരു ഇൻസിഡൻറ്റ് റേ വരച്ചിട്ട് ഒരു നോർമൽ വരച്ചിട്ട് ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഫൈൻ. സെയിം ഹാപ്പൻസ് ഫോർ മിറേഴ്സ് ഓൾസോ. അപ്പോൾ ഏത് സർഫസ് ആണെങ്കിൽ പോലും യു ക്യാൻ ഡു റിഫ്ലക്ഷൻ. പക്ഷേ ഒരു സ്ട്രെയിറ്റ് സർഫസ് ആണെങ്കിൽ മാത്രമേ റെഗുലർ റിഫ്ലക്ഷൻ കിട്ടുള്ളൂ. മറ്റേത് വിൽ ബി ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ? ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വാട്ട് ആർ ഒരു ഇതൊന്നും മാറി നിൽക്കുന്ന ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ? ഒന്ന്, ഇഫ് ഇറ്റ് ഈസ് ഇൻസിഡൻറ്റിങ് പെർപെൻഡിക്കുലർലി, ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താ? നോർമലും അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. അത് 0 ഡിഗ്രി ആയാലോ ഇതിങ്ങനെ നീങ്ങി 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 പോയിട്ട് നോർമൽ തന്നെ അടിച്ചാൽ എന്താ പറ്റും? അതേ ദിശയിൽ തന്നെ മുകളിലേക്ക് പോകും. സോ ഇൻസിഡൻറ്റ് റേ ഓർ റിഫ്ലക്റ്റഡ് റേ വിൽ ബി സെയിം. അഥവാ ദിസ് ഇസ് സംതിങ് കോൾഡ് ആസ് എ റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ്. ഏത് വഴിയാണോ വന്നത് അതുവഴി തന്നെ തിരിച്ചുപോയി അല്ലേ? ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് ടേം ഈസ് കോൾഡ് ആസ് ഗ്രേസിംഗ് ഇൻസിഡൻസ്. എന്താ ഗ്രേസിംഗ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ? സി ഇഫ് ദ ലൈറ്റ് റേ ഈസ് കമ്മിങ് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്, അതായത് ഇപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ നോർമൽ. അപ്പോൾ ഇഫ് യു ആർ മൂവിങ്, ഇത് നേരെ പോയി ഇങ്ങനെ തട്ടുന്നതെന്ന് വിചാരിക്കുക, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 90 ഡിഗ്രി. അപ്പോൾ റിഫ്ലക്ഷൻ എങ്ങനെ തന്നെ പോകണം? ഇങ്ങനെ തന്നെ പോകണം 90 ഡിഗ്രി. സോ നിനക്ക് ഇത് ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോയി. ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളറിയാം പശു ഇങ്ങനെ നമ്മൾ പറയും കൗ ഗ്രേസ് ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മുകളിലൂടെ ഇങ്ങനെ പുല്ലുന്ന് ഇങ്ങനെ പോവില്ലേ? സെയിം തിങ്. അതായത് ഇറ്റ് ഈസ് ജസ്റ്റ് മൂവിങ് അല്ലേ? നമ്മളിങ്ങനെ ഗ്രേസ് ചെയ്ത് പോകുന്ന പോലെ തട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാണ്. അതിനാണ് നമ്മൾ ഗ്രേസിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ ദോസ് ആർ ദി 2 സ്പെഷ്യൽ കേസസ്. ഓക്കെ ആണല്ലോ? സോ ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി ഇതൊരു യൂഷ്വലി ഒരു ഇക്വേഷൻ ആയിട്ടാണ് വരാറ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാണ്. അതായത് ഷോ ദാറ്റ് ഫോർ എ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഐ ഓൺ ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുന്നേ എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നറിയണം. സോ ഇഫ് ദിസ് is the angle of incidence, if this is the angle of reflection, this is the incident ray, this is the refracted ray. ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിഡൻറ്റ് റേന്ന് എത്ര മാറിയിട്ടാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ പോയത്. അതായത് ഇൻസിഡൻറ്റ് റേ ഐഡിയലി ഇറ്റ് ഷുഡ് ഗോ ലൈക്ക് ദിസ് അല്ലേ? റിഫ്ലക്ഷൻ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ ഇങ്ങനെ പോകേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ പോകേണ്ടതെന്ന് ഒരു ആംഗിൾ, ഇത്രയും വലിയ ആംഗിൾ മാറി ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോയത്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നോക്കാം എങ്ങനെ മനസ്സിലാക്കാം. സി ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ അല്ലേ? ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇത് മൊത്തം കൂടെ 180 ഡിഗ്രി ഓർ ഇത് പൈ ആയിരിക്കണം. So this pi is equal to angle of reflection plus angle of incidence plus angle of refraction plus എന്താണ് നമ്മുടെ ഡെൽറ്റ. or delta is equal to pi minus I plus R. But we know that I equal to R. So നമുക്കിവിടെ I കൊടുക്കാം. So I plus R is equal to I plus I equal to 2I. So this is equal to pi minus 2I. അങ്ങനെയാണ് നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കിട്ടിയത്. ഇത് പണ്ട് എക്സാംസിന് സ്ട്രെയിറ്റ് ചോദിക്കായിരുന്നു. നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ കണ്ണുപൂട്ടി നിങ്ങൾക്ക് പറയാം സർ അതിൻ്റെ ആൻസർ എത്രയാ
pi minus 2i, pi minus 2i. So angle of deviation delta is equal to pi minus 2i. ഓക്കെ ആണല്ലോ? അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു കാര്യം സിമ്പിൾ, ഇത് നിങ്ങളിതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, ബട്ട് യു ഹാവ് ടു നോ ഹൗ ദിസ് ഇസ് ഹാപ്പനിങ്. അതായത് ഇപ്പോൾ ദിസ് ഇസ് എ മിറർ അല്ലേ, ദിസ് ഇസ് എ മിറർ. ഇതിലേക്ക് നിങ്ങളോട് പറയുകയാണ്, ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻ്റ് ആയി, തീറ്റയുണ്ട്. ഇനി നീ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? വാട്ട് യു ആർ പ്ലാനിങ് ടു ഇസ് ഈ ഒരു മിററിനെ യു ആർ റൊട്ടേറ്റിംഗ്, മനസ്സിലായോ? യു ആർ റൊട്ടേറ്റിംഗ് ബൈ ആൻ ആംഗിൾ തീറ്റ, മനസ്സിലായോ? സോ ഒരു മിററിനെ നീ തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് this whole thing will reflect by 2 theta. ഓക്കെ ആണല്ലോ? this whole thing will reflect by 2 theta. അപ്പോൾ ഒരു മിററിനെ നീ തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then the reflected ray will turn by 2 theta. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി ക്വസ്റ്റ്യൻ വേറെയാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. by how much the mirror must be rotated to make the given reflected ray horizontal എന്നാണ് ചോദിച്ചത്. ആ ഫിഗർ ഞാൻ വരച്ചു തരാം, ഫിഗർ മിസ്സിങ് ആയിപ്പോയി. ഓക്കെ, ഇതാണ് മിറർ, 30 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്തു, 30 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയി. നമ്മളോട് പറഞ്ഞത് റിഫ്ലക്റ്റഡ് റേ ഹൊറിസോണ്ടൽ ആവണം. സോ അവർ ന്യൂ റേ ഷുഡ് ബി ഹിയർ, ശരിയല്ലേ? അതായത് ഇപ്പോൾ 30 ഡിഗ്രിയാണ് നമ്മുടെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. റിഫ്ലക്റ്റഡ് റേ ഹൊറിസോണ്ടൽ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് മേക്ക് 90 ഡിഗ്രി. ഇപ്പോൾ ഉള്ള 30 ഡിഗ്രി കൂടാണ്ട് ഒരു 60 ഡിഗ്രി അഡീഷണൽ ഇത് കയറണം. അത്രയും മനസ്സിലായോ? ഒരു 60 ഡിഗ്രി അഡീഷണൽ ഇത് കറങ്ങണം. അപ്പോൾ 60 ഡിഗ്രി അഡീഷണൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചേ, 60 ഡിഗ്രി അഡീഷണൽ കറങ്ങുക എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു R ആണ് അല്ലേ? അപ്പോൾ ഇൻസിഡൻറ്റ് 30 ആണെങ്കിൽ റിഫ്ലക്റ്റഡും 30 ആണ്. ഇൻസിഡൻറ്റ് 30 ആണെങ്കിൽ റിഫ്ലക്റ്റഡും 30 ആണ്. ഇപ്പോൾ ഓൾറെഡി അതുണ്ട്. ഇനി നമുക്ക് ഒരു 60 ആഡ് ചെയ്യണം. 60 ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 30 കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 30 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻസിഡൻറ്റ് റേ 60 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ എന്തായിരിക്കും? ഇറ്റ് വിൽ ബിക്കം 90 ഡിഗ്രി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഹൊറിസോണ്ടൽ. ഓക്കെ ആണല്ലോ? സോ റിഫ്ലക്റ്റഡ് റേ ഷുഡ് ബി എന്തായിരിക്കണം? 60 ഡിഗ്രി തിരിക്കണം. ഓക്കെ ആണല്ലോ? ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കാം. ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നൗ വി ആർ മൂവിങ് ഇൻ ടു പ്ലെയിൻ മിറർ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ മിറേഴ്സിൻ്റെ ലോകത്തിലേക്ക് പോവാണ്. മിറേഴ്സിൻ്റെ ലോകത്തേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട മിറേഴ്സ് ഇസ് കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ ആൻഡ് പ്ലെയിൻ മിറർ. 3 മിറേഴ്സാണ് പഠിക്കാനുള്ളത്. ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ഇക്വേഷൻസ് ഓഫ് പ്ലെയിൻ മിറർ. സോ പ്ലെയിൻ മിററിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാം, എപ്പോഴും നമ്മൾ പ്ലെയിൻ മിറർ എന്താ? നമ്മൾ വീട്ടിൽ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി അല്ലേ? നമ്മൾ യൂഷ്വലി നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളോട് തന്നെ പറയുന്ന കണ്ണാടി, അതിനാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. സോ പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ക്രിയേറ്റ്സ് എ വിർച്വൽ ഇമേജ്. എന്താണ് റിയൽ ഇമേജും വിർച്വൽ ഇമേജും? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഓൺ എ സ്ക്രീൻ അല്ലേ? നമ്മൾ 12th എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാൻഡിലിൻ്റെ ലൈറ്റ് നമ്മുടെ സ്ക്രീനിൽ കിട്ടിയിരുന്നില്ലേ? അതിനാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മിററിൽ നോക്കുമ്പോൾ കാണുന്നത് അത് ജസ്റ്റ് ആ മിററിലുള്ള ഇമേജ് ആണ്. അതൊരിക്കലും നിങ്ങൾക്കൊരു സ്ക്രീനിൽ എത്തിക്കാൻ കഴിയില്ല, ശരിയല്ലേ? സോ ഇറ്റ് ക്രിയേറ്റ്സ് എ വിർച്വൽ ഇമേജ് ആൻഡ് ഇറ്റ് ഈസ് ഇറക്റ്റ്, തലകുത്തിയല്ല നിൽക്കുന്നത് അല്ലേ? ഇറ്റ് ഈസ് ഇറക്റ്റ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ് എന്നുള്ള കാര്യമാണ്. ലാറ്ററലി ഇൻവേർട്ടഡ്. യുവർ റൈറ്റ് ബിക്കംസ് ലെഫ്റ്റ് ബിക്കംസ് റൈറ്റ്. അതായത് നമ്മളതിന് മിറർ ഇമേജ് തന്നെയാണ് പറയും ചെയ്യാം. ഓക്കെ, അതിനെ മിറർ ഇമേജ് തന്നെയാണ് പറയും ചെയ്യാം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഷംസു മിറർ 30 ഡിഗ്രി അതെ, അതായത് നമുക്ക് 60 ഡിഗ്രി ഹൊറിസോണ്ടലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 60 ഡിഗ്രി അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തീറ്റ. ഞാൻ പറഞ്ഞു ഇഫ് മിറർ റൊട്ടേറ്റ്സ് ബൈ തീറ്റ ദ റിഫ്ലക്റ്റഡ് റേ വിൽ റൊട്ടേറ്റ് ബൈ 2 തീറ്റ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്നതിനെ ആ മിററിന് എത്ര റൊട്ടേറ്റ് ചെയ്താൽ മതി? 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. അല്ല, മിററിന് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റിഫ്ലക്റ്റഡ് റേ വിൽ റൊട്ടേറ്റ് ബൈ 60 ഡിഗ്രി. സോറി, ഞാൻ പറഞ്ഞാൽ മാറിപ്പോയത് കേട്ടോ. 30 ഡിഗ്രി തന്നെ റൊട്ടേറ്റ് ചെയ്താൽ മതി. കറക്റ്റാണ്. അപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്? വിർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആണ്, ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ NCERT-ലുള്ളൊരു കാര്യമാണ്. ഫോർ എ പ്ലെയിൻ മിറർ ദ ഇമേജ് ഈസ് ഫോംഡ് ആസ് ഫാർ ബിഹൈൻഡ് ദ മിറർ ആസ് ദി ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് നിങ്ങളതിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ മിററിന് എത്ര ദൂരെയാണോ നിങ്ങളുള്ളത് അത്രയും ദൂരത്തേനായിരിക്കും മിററിൻ്റെ പുറകിൽ നിങ്ങളുള്ളത്. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. ദ distance between the mirror and the object will be same as the distance between
the mirror and the image. Simple. മനസ്സിലായോ? ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിയാൽ മതി, ദാറ്റ് വിൽ ബി സെയിം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇതാണ് അടുത്തൊരു കാര്യം, വലിയ പ്രോപ്പർട്ടി ആയിട്ടൊന്നുമല്ല, മനസ്സിലാക്കുക. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്ക് നിങ്ങളൊരു ലൈൻ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? കറക്റ്റ് പ്ലെയിൻ മിറർ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ മിറർ. മനസ്സിലായോ? നമ്മുടെ മിററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടോ? ഇങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക. അതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി വാട്ട് ഈസ് ദി മാഗ്നിഫിക്കേഷൻ? ഹിയർ മാഗ്നിഫിക്കേഷൻ ഈസ് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. രണ്ടും സെയിം ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് +1. ഓക്കെ ആണല്ലോ? ഇറ്റ് ഈസ് ഓൾവേസ് +1. എത്രയാണോ എൻ്റെ സൈസ് അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ദാറ്റ് ഈസ് യു ക്യാൻ സേ വിർച്വൽ, erect, same size. It will be virtual, it will be erect, and it will be the same size as that of the object. Okay ആണല്ലോ? സോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി 3 MCQs പോലെ ചോദിക്കുന്നൊരു കാര്യം പറയാം. ഒരു ഹൈറ്റ് h ഉള്ള ഒരു ഒബ്സർവർ മുന്നിൽ നിൽക്കുകയാണ്. അയാളുടെ ഹൈറ്റ് മൊത്തം ആ മിററിൽ കാണണമെങ്കിൽ ആ മിററിൻ്റെ ലെങ്ത് എത്രയായിരിക്കണം എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, കാണാപ്പാടം പഠിക്കുക. ഇറ്റ് ഈസ് h/3. ഇത്രയേ ഉള്ളൂ കാര്യം. സോ വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദ മിറർ സോ ദാറ്റ് എ പേഴ്സൺ ഓഫ് ഹൈറ്റ് h ക്യാൻ സീ ഹിസ് ഇമേജ് കംപ്ലീറ്റ്ലി ഇൻ ദ മിറർ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് റിയലി സിമ്പിൾ. അത് h/3 ആണ്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കാര്യം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോറി, h/2 h/3 അല്ല, h/2. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ h/3. അതായത് ഓക്കെ, സോ ഒരു വോൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലെയിൻ മിറർ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് d ആണെങ്കിൽ കറക്റ്റ് d/2 ഡിസ്റ്റൻസ് കറക്റ്റ് നടുക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഈ ഒരു വാളിൻ്റെ ഹൈറ്റ് h ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദ മിറർ ടു സീ ദ കംപ്ലീറ്റ് ഇമേജ് ഓഫ് ദ വാൾ. അപ്പോൾ നിങ്ങളിതിൽ എന്താ ചേഞ്ച് എന്ന് വിചാരിക്കും. ഇതിൽ ഈ ഒരു കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ടേ ഈ റൈസിൻ്റെ ട്രേസസ് നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ കുറച്ച് ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർഫറൻസ് വരും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ദ ആൻസർ ഈസ് h/3. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കേസ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. 1 is h/2. ആളെ ഒറ്റയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ h/2, അല്ല ആളുടെ പുറകിലുള്ള വാളിനെയാണ് കാണണമെങ്കിൽ h/3. ഓക്കെ ആണല്ലോ? സോ ആ കാര്യം കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇമേജ് ഫോർമേഷൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഇത് പറയാൻ കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് NCERTയിൽ സോൾവ്ഡ് എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിന് നിങ്ങളോട് ചോദിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലുമാണ്. ഓക്കെ, സോ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഇത് കഴിഞ്ഞു അല്ലേ? ഐ തിങ്ക് എക്സാംസ് എല്ലാവരുടെയും കഴിഞ്ഞു +2 ഒക്കെ. അപ്പോൾ ഇപ്പോൾ എന്താ പരിപാടി? എല്ലാവരും നീറ്റിന് പഠിച്ചു തുടങ്ങിയോ? അതോ ഇപ്പോഴൊരു കൺഫ്യൂഷനിലാണോ? അതുപോലെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അവിടെ നോക്കട്ടെ. കുറേ ഇല്ലേ കണ്ടിട്ട് നിങ്ങളെ. ഓക്കെ, സോ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ കറക്റ്റ് പറയുകയാണെങ്കിൽ യു ഗോട്ട് 2 കേസസ്. 2 കേസാണ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനുള്ള. ലെറ്റ് മി ടെൽ യു വാട്ട് ഇറ്റ് ഇസ്. ഫസ്റ്റത്തെ കേസിൽ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മിറർ. അതായത് മിറർ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്. അതായത് ഒബ്ജക്റ്റും മിററും ഇപ്പോൾ പരസ്പരം പെർപെൻഡിക്കുലറായി ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മിറർ വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിററിൻ്റെ ഓപ്പോസിറ്റായി. ഇവിടേക്ക് ഏത് സ്പീഡിലാണോ വരുന്നത് ആ സ്പീഡിൽ ഇങ്ങോട്ടേക്ക് വരും. മനസ്സിലായോ? സെയിം സ്പീഡായിരിക്കും ഉണ്ടാവുക, പക്ഷേ ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ്. നിങ്ങൾക്കറിയാലേ, നിങ്ങൾ മിററിൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ അതേ സ്പീഡിൽ മിററിൻ്റെ ഉള്ള ഇമേജ് നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടാവും. ശരിയല്ലേ? അതാണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സർ ബയോ പഠിക്കാൻ
കുറച്ച് പണിയാവുന്നു. എന്ത് പറ്റിയ ഷംസോ? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റിലൊക്കെ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഈ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രിപ്പറേഷൻ എത്തിയിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു റീഡ് ബയോ. അതുതന്നെ അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ജെനറ്റിക്സ്, അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത അത് കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയും സിമ്പിളായിട്ടുള്ള വേറെ ചാപ്റ്റർ ഇല്ല. കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള വേറെ ചാപ്റ്ററും ഇല്ല. ഇറ്റ്സ് മോർ ലൈക്ക് എ 2-edged sword, 2 എഡ്ജുള്ള ഒരു സ്വാഡിനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ നല്ല, ഐ തിങ്ക് ഇവിടെ ആഷിക്കൊക്കെ എടുക്കുന്ന ക്ലാസ്സസ് എക്സ്ട്രീംലി ഗുഡ്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സസൊക്കെ നിങ്ങൾ കാണാം. സിമ്പിളായിട്ടുള്ള എക്കോളജി അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ഒരുപാട് തവണ റിവൈസ് ചെയ്യുക. റീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്, എത്രത്തോളം വായിക്കാൻ പറ്റും അത്രത്തോളം വായിക്കുക. പിന്നെ മേക്ക് സ്മോൾ ബുക്ക്, അതായത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടേംസൊക്കെ എഴുതി വെക്കാനും, ഇപ്പോൾ 3 parts ഓഫ് എന്താണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ഡുവോഡനം, ജജനം, ഇലിയം എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വെച്ച് ആവശ്യമുള്ള സമയത്ത് മറിച്ച് നോക്കാനൊക്കെ വേണ്ടി ചെറിയൊരു റിവിഷൻ ബുക്ക്, ഓർമ്മ പുസ്തകം പോലെ എന്തെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യുക. സോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. മനസ്സിലായി? ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് മെയിൻ തിങ്, ഇപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ എവ്രി വൺ യൂസ് ടു സേ ഇനിയിപ്പോൾ എന്താ പറയുക, പഠിച്ചാൽ കിട്ടുമോ, ഇപ്പോൾ ശ്രമിക്കണോ. നമ്മളെ തളർത്താൻ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ദർ വാസ് ലോട്ട് ഓഫ് പീപ്പിൾ നമ്മളെ താഴത്തേക്കാക്കാനും നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ പൊക്കിക്കൊണ്ടുവരാനൊന്നും ശ്രമിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് ഈസ് യുവർ തോട്ട് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലായോ? ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് യുവർ പെർസ്പെക്റ്റീവ്. നിങ്ങളൊരു കാര്യം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അത് എങ്ങനെ ആയിത്തീരും എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. ദിസ് ഈസ് ദ ലാസ്റ്റ് 40 days വെർ യു ഹാവ് ടു ഗിവ് എ ഗ്രൈൻഡ്. ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? സോ സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫ്രം ടുഡേ. നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണോ അത്രയും പുഷ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ റിപ്പീറ്റാണ്, ഫുൾ പഠിച്ചൊക്കെ അസ്ന ഞാൻ പറയാം, വെൻ ഐ വാസ് അറ്റൻഡിങ് എക്സാമിന് തലേന്ന് രാത്രി ആലോചിക്കുമ്പോൾ എനിക്ക് ആ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെറും പൊഗയായിരുന്നു. ഐ വാസ് നോട്ട് റിമെമ്പറിങ് എനിത്തിങ്. എന്ത് റൊസേഷ്യ, എന്ത് സൊളനേഷ്യ എന്നായിരുന്നു എനിക്ക്. പക്ഷേ എക്സാമിന് എത്തിയപ്പോൾ ബിലീവ് മീ, നമ്മൾ ആ ഓപ്ഷൻസൊക്കെ കണ്ട് നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്താണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എത്രയോ നാളത്തെ നമ്മുടെ കഷ്ടപ്പാടാണ്. ഡോണ്ട് തിങ്ക് അതൊക്കെ ഒരൊറ്റയടിക്ക് ഇല്ലാണ്ടാവും എന്നൊന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എവറിത്തിങ് വിൽ പേ ഓഫ് ഇഫ് റിക്വയർഡ്. മനസ്സിലായോ? സോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇരിക്കുകയാണ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിവാർഡ് നിനക്ക് എന്തായാലും കിട്ടും. ഓക്കെ, സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിങ് യുവർ ബെസ്റ്റ് ബിക്കോസ് യു ഡിസേർവ് ഇറ്റ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ചെറിയൊരു ക്വസ്റ്റ്യൻ. An object moves with 5 meters per second towards right while the mirror moves with 1 meter per second towards left as shown in the figure. Find the velocity of the image എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സോ ശ്രദ്ധിക്കാം, അതായത് ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള കാര്യം, ഇപ്പോൾ 2 പേരും ഒരുപോലെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മിറർ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ velocity of the mirror will be equal to the equation ആണ്, that is equal to velocity of the object plus velocity of the image divided by 2. സോ ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ അങ്ങോട്ടേക്കുള്ളത് പോസിറ്റീവ് എടുക്കുകയാണ്. വെലോസിറ്റി ഒരു ഡയറക്ഷനിൽ പോസിറ്റീവും മറ്റേ സൈഡിൽ നെഗറ്റീവ് ആവും. സോ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആയില്ലേ? സോ -1 is equal to 5 ആണ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് പ്ലസ് വെലോസിറ്റി ഓഫ് ഇമേജ് ബൈ 2. സോ -2 equal to 5 plus velocity of image. or velocity of image is equal to -7 meter per second. എന്താ നെഗറ്റീവ് സൈഡ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങോട്ടേക്ക് -7 meter per second നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ ഇമേജ് വരുന്നത്, അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾ ആദ്യം, അതായത് ഇഫ് യു ഡോണ്ട് നോ ദിസ് സിമ്പിൾ ഇക്വേഷൻ, ഇത് വേറെ ഒരുപാട് ടഫായിട്ടുള്ള രീതിയിലൊക്കെ ഓരോ കുട്ടികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദിസ് തിങ് ഇസ് വെരി ഈസി. കണ്ടല്ലോ? അപ്പം ഞാൻ ഇട്ട പോലെ വെലോസിറ്റി ഓഫ്, അതായത് നിങ്ങൾ ഇത്ര നോക്കാം, ഇമേജ് മൂവ് ചെയ്യുന്നുണ്ടോ, കൂടെ മിറർ മൂവ് ചെയ്യുന്നുണ്ടോ, അല്ല ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ, കൂടെ മിറർ മൂവ് ചെയ്യുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ സിമ്പിളാണ്. വെലോസിറ്റി ഓഫ് മിറർ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് പ്ലസ് വെലോസിറ്റി ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ 2. അതിൻ്റെ ആവറേജ് അങ്ങ് എടുത്താൽ മതി, യു വിൽ ഗെറ്റ് ദി ആൻസർ. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഷോ യു വൺ മോർ തിങ്. ഞാൻ മിസ്സായി, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളിത് പറഞ്ഞത് ദിസ് ഇസ് മൂവിങ് പെർപെൻഡിക്കുലർ അല്ലേ? ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വാട്ട് ഇഫ് കേസ് 2 പറയാണ്, ഒബ്ജക്റ്റ്
moves parallel to mirror. ഓക്കെ ആണല്ലോ. ഇനി ഇതേ ഒബ്ജക്റ്റ് പാരലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലോ, ശ്രദ്ധിച്ചേ. സോ ദിസ് ഇസ് ദി മിറർ ആൻഡ് ദി ഒബ്ജക്റ്റ് is moving like this. This is the velocity of object. Object is moving parallel to the mirror. അപ്പോൾ ഇവിടെ velocity of the images will be also same. So the velocity of the object with respect to mirror is equal to velocity of image with respect to mirror. ഓക്കെ ആണല്ലോ. സോ അത് അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതേപോലെ തന്നെ അതങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്, വിച്ച് ഇസ് അബൌട്ട് നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഇൻ പ്ലെയിൻ മിറർ, അതുപോലെ സ്ഫെറിക്കൽ മിറേഴ്സ്, ആ ഒരു ലോകത്തേക്ക് മെല്ലെ പോവാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. സോ എൽസ ഈസ് ആസ്കിങ് വൺ ക്വസ്റ്റ്യൻ വിച്ച് എവറിബഡി നീഡ്സ് ടു ആസ്ക് ടു മീ. എനിക്ക് നീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. സാർ എനിക്ക് നീറ്റ് കിട്ടുമോ? എൽസ, നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിനക്ക് നീറ്റ് കിട്ടും എന്നുള്ളതാണ്. കാരണം നീറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈ ആർ യു ഗിവിങ് ദിസ് മച്ച് ഓഫ് വർക്ക്? നമ്മൾ ഈ ഒരു പോയിന്റിൽ വെൻ വി ആർ അലോൺ ആൻഡ് വി നീഡ് എ സപ്പോർട്ട്, ഓൾ വി ഹാവ് ഇസ് അസ്. മനസ്സിലായോ? നമ്മളോട് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പറയാം, ദിസ് ഇസ് അനദർ ഡേ ഐ എം ക്ലോസർ ടു ബീയിങ് അൻ MBBS സ്റ്റുഡൻറ്റ്. ദിസ് ഇസ് അനദർ ഡേ ഐ എം ക്ലോസർ ടു മൈ സക്സസ്. അങ്ങനെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലേന്ന് നമ്മൾ അത്രയും ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളായിരിക്കണം. മനസ്സിലായോ? സോ മേക്ക് ഷുവർ ദാറ്റ് എവറി ഡേ ഓഫ് യുവർ ലൈഫ് ഇസ് സോ ഹാർഡ് വർക്കിംഗ് ദാറ്റ് എല്ലാ ദിവസവും അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇന്നലെ ഞാൻ ഒരുപാട് പഠിച്ചു, ഐ വർക്ക്ഡ് റിയലി ഹാർഡ് ഫോർ ദിസ്, അപ്പോൾ എനിക്ക് കിട്ടും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് കിട്ടാണ്ട് പോവില്ല അല്ലേ. അതായത് ഇത്രയും പഠിക്കുന്ന ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടുക? ശരിയല്ലേ എൽസ? സോ ഓൾവേസ് ഹാവ് എ ഫെയ്ത്ത് ഇൻ മൈൻഡ്. മനസ്സിലായി? എനിക്ക് കിട്ടും എന്ന് നീ നിന്നോട് തന്നെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യം ഇതായിരുന്നു, ഡോക്ടർ ആകാശ് എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ദാറ്റ് ഗിവ് മീ ദ കോൺഫിഡൻസ് ടു ലേൺ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ വെൻ വി ആർ ലേണിങ് ലൈക്ക് വെൻ വി ആർ ട്രൈങ് ടു ഡു ഫോർ ദാറ്റ്, നമുക്ക് എന്തായാലും ആ ഒരു തോട്ട് ഉണ്ടാവും, നമുക്ക് എന്തായാലും പഠിക്കണം, എന്തായാലും അത് കിട്ടണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവണം എങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ. സോ എന്താണ് ക്വസ്റ്റ്യൻ? Two plane mirrors M1 and M2 are inclined to each other such that a ray of light incident on mirror M1. ഓക്കെ, അധികം വായിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ലെറ്റ്സ് ഡ്രോ ഇറ്റ്. ഇപ്പോൾ രണ്ടെണ്ണം ഇൻക്ലൈൻഡ് ആണല്ലേ. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുകയാണ്. ലെറ്റ് മീ മാർക്ക് ദിസ് ആസ് M1 ആൻഡ് ദിസ് ഇസ് M2. ഓക്കെ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സച്ച് ദാറ്റ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ മിറർ M1 ആൻഡ് പാരലൽ ടു M2. അപ്പോൾ M2ന് പാരലായിട്ട് ഇൻസിഡൻ്റ് ആവണം. സോ ദിസ് ഇസ് ദ ഓൺലി പോസിബിൾ വേ. ഇങ്ങനെ ഇൻസിഡൻ്റ് ആയി. ഓക്കെ. ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ പാരലൽ ടു ദ മിറർ M1. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് വീണ്ടും M1ന് പാരലൽ ആവാണ്. സോ എൻ്റെ സാധനം ഇവിടുന്ന് എങ്ങനെയോ പോയി ഇത് ഇങ്ങനെ പോകണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനൊറ്റ വഴിയുള്ളൂ, അവിടെ ഇവിടെ തട്ടാനൊന്നുമില്ല. ദിസ് ഷുഡ് കം സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാത്ത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇതിൻ്റെ റേ ഡയഗ്രാം വരച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ തുടങ്ങാം. നമുക്ക് രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. സോ ഇവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഇവർ രണ്ടുപേരും ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം തീറ്റ. സോ ദിസ് ഇസ് എ പാരലൽ ലൈൻ, ദിസ് ഇസ് എ പാരലൽ ലൈൻ. അപ്പോൾ ഇത് തീറ്റയായി. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ. ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ ഇത്. അപ്പോൾ ദിസ് വിൽ ബി ഓൾസോ 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതും തീറ്റ ഇതും തീറ്റ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് പറയാം? ഇതും തീറ്റയാണെങ്കിൽ അതിനർത്ഥം ഇത് ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ എന്തായാലും ഇതും ഈക്വൽ ആയിരിക്കും. ഓർ ദിസ് വിൽ ഓൾസോ ബി തീറ്റ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും, ഇതും 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഈ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ദിസ് ഇസ് വാട്ട് ദേ ആർ ആസ്കിങ്. സോ തീറ്റ പ്ലസ് തീറ്റ പ്ലസ് തീറ്റ. നമുക്കറിയാം ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 3 തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. അഥവാ തീറ്റ ഇസ് ഈക്വൽ ടു 180/3 വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. മനസ്സിലായോ? സോ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ്? സിമ്പിൾ ആസ് ദാറ്റ് ഇറ്റ് ഇസ് 60 ഡിഗ്രി. മനസ്സിലായോടാ? സോ ദ ആംഗിൾ ബിറ്റ്വീൻ ടു മിറർ ഇസ് നത്തിങ് ബട്ട് 60 ഡിഗ്രി. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഫൈൻ.
ഇനി വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ടോപ്പിക് അല്ല പ്ലെയിൻ മിറേഴ്സിനാണ്. വി ഹാവൻ എൻഡേർഡ് ടു കോൺവെക്സ് ആൻഡ് കോൺകേവ്. നമ്മളിപ്പോഴും പ്ലെയിൻ മിറേഴ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഹെഡ് ടു ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് സ്ലോ പേസായി വേണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകുന്നത് കേട്ടോ. സോ ലെറ്റ്സ് സീ. Next is number of images formed by two plane mirrors. അപ്പോൾ രണ്ട് മിറേഴ്സ്, ഇറ്റ് ഡിപ്പെൻസ്. രണ്ട് മിറേഴ്സ് പരസ്പരം പാരലാണെന്ന് വിചാരിക്കാം. ഇതും മനസ്സിലാക്കുക. ഇഫ് ടു മിറേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ, അവർക്കിടയിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ് അല്ലെ, പാരലാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാം നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി ഇൻഫിനിറ്റി. മനസ്സിലാവും, നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം നമ്പർ ഓഫ് ഇമേജസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ മൾട്ടിപ്പിൾ ഇമേജസ് I1, I2, I3 എന്നുള്ള രീതിയിൽ ഒരുപാട് ഇമേജസ് ഫോം ചെയ്യും. അതവിടെ ഇരുന്നോട്ടെ. അടുത്ത ടൈപ്പാണ് ഇഫ് ടു മിറേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അതായത് രണ്ട് മിററിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ നെയിംഡ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിരിക്കണം. ഇഫ് ടു മിറേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, മക്കളെ ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി മനസ്സിലാക്കുക. ഓൾവേസ് നമ്പർ എത്ര ഇമേജസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ഇറ്റ് ഈസ് ഈക്വൽ ടു 3. എത്ര ഇമേജസ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ ആൻസർ 3 ആണ്. ഡിപ്പെൻസ് ഈസ് ഇറ്റ് അസിമെട്രിക്കൽ ഓർ സിമെട്രിക്കൽ, വെദർ സിമെട്രിക്കൽ ഓർ എസിമെട്രിക്കൽ. എന്താണ് സിമെട്രിക്കൽ എസിമെട്രിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാനിവിടെ ഒബ്ജക്റ്റ് വെച്ചത്, ഈ ഒബ്ജക്റ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുന്നത്. അല്ല, സപ്പോസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ഐ എം കീപ്പിംഗ് മൈ ഒബ്ജക്റ്റ് സംവെയർ ഓവർ ഹിയർ ആൻഡ് ഇഫ് ഐ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 30 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. മനസ്സിലായടാ? 45 എന്നുള്ളത് 16 30 ആയി. ഇപ്പോൾ അത് എസിമെട്രിക്കലായി. കാരണം ആ മിററിനെ സംബന്ധിച്ച് കറക്റ്റ് നടുക്കല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്, കുറച്ചിങ്ങ് മാറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഇമേജസ് മാറും ഇല്ല, ഇറ്റ് വിൽ ബി സ്റ്റിൽ നൗ 3. മനസ്സിലായോ? സോ വെനെവർ ടു മിറേഴ്സ് ആർ kept perpendicular to each other and you are asked about the number of images, answer is 3. അത് പക്ക മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. സർക്കുലർ കൺസെപ്റ്റ് ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതാണ് ഫോർമുല ഓഫ് നമ്പർ ഓഫ് ഇമേജസ്. അതായത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ടു മിറേഴ്സ്. ഇപ്പോൾ നമ്മൾ 90 ഡിഗ്രിയുടെ കാര്യം കഴിഞ്ഞു. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് എവറി അതർ കേസ്. ഇപ്പോൾ രണ്ട് മിറർ ഉണ്ട്, അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെയാണ്, അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണ്. അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഫസ്റ്റ് നീ കാര്യമുണ്ട്, യു ഹാവ് ടു ഫൈൻഡ് സ്റ്റെപ്പ് നമ്പർ 1, യു ഹാവ് ടു ഫൈൻഡ് എൻ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് എൻ? എൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ ആണല്ലോ, യു ഹാവ് ടു ഫൈൻഡ് എൻ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു പോസിബിലിറ്റീസ്. ഒന്നെങ്കിൽ ദാറ്റ് എൻ വിൽ ബി ഈവൺ, അതായത് 2, 4, 6, 8 എന്ന് പറഞ്ഞൊരു ഈവൺ ആയിരിക്കും. അല്ലെങ്കിൽ എൻ ഓഡായിരിക്കും. അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്, എൻ ഒരു ഇൻറ്റിജർ ആവില്ല. ഇറ്റ് കനോട്ട് ബി ആൻ ഇൻറ്റിജർ, സംതിങ് ലൈക്ക് 5.4 അല്ലെങ്കിൽ 5.9 ഒക്കെ ആയിട്ട് വാല്യൂസ് വരാം. ഈ 3 കേസും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഈവൺ ആണെങ്കിൽ കാര്യം സിമ്പിളാണ്. നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് n-1 ആയിരിക്കുമടാ. സിമ്പിൾ അല്ലേ? അതുപോലെ നിങ്ങളോട് പറഞ്ഞ ആ n യു ആർ ഗെറ്റിംഗ് ഓഡ്. അങ്ങനെയാണെങ്കിൽ നൗ യു ഹാവ് എഗെയിൻ 2 ചോയ്സസ്. നൗ ഗോ ബാക്ക് ആൻഡ് സീ ദ ഇമേജ്. ഇഫ് ദ ഇമേജ് ഈസ് സിമെട്രിക്കൽ, അതായത് ഇപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്, മൊത്തം 60 ഡിഗ്രി. അതിനകത്ത് ബോഡി കറക്റ്റ് ഇരിക്കുന്നത് 30 ഡിഗ്രിയാണ്. അതായത് ദ ബോഡി ഈസ് സിമെട്രിക്കൽ. മനസ്സിലായോ? ബോഡി സിമെട്രിക്കലാണ് എന്നുണ്ടെങ്കിൽ കാര്യം സിമ്പിൾ, ഇറ്റ് ഈസ് എഗെയിൻ n-1. ഓക്കെ ആണല്ലോ? അല്ല, ഇഫ് ഇറ്റ് ഈസ് എസിമെട്രിക്കൽ, അതിൽ സിമെട്രി നോക്കുന്നില്ല, ഇറ്റ് ഈസ് എസിമെട്രിക്കൽ. അതായത് ഇപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ 40 ഇത് 40 ഇത് 20 ആണ്. എസിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് n. ഇനി ഇതൊന്നുമല്ല, n ഒരു ഇൻറ്റിജർ അല്ല. നീ n നോക്കിയപ്പോൾ ഇത് രണ്ടുമല്ല സാർ, എക്സാമിന് എത്തിയപ്പോഴാണ് സംഭവിച്ചത്, 5.4 കിട്ടി. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു റൗണ്ട് ഓഫ് ടു ദ ക്ലോസസ്റ്റ്
ക്ലോസസ്റ്റ് ലോവർ ഇൻറ്റിജർ. മനസ്സിലാക്കുക, ക്ലോസസ്റ്റ് ലോവർ ഇൻറ്റിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക. 5.4 ആണോ, റൗണ്ട് ഓഫ് ടു 5. 5.9 ആണോ, എഗെയിൻ റൗണ്ട് ഓഫ് ടു 5. കാരണം 5.9ൻ്റെ ക്ലോസസ്റ്റ് ലോവർ ഇൻറ്റിജർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് എവറിത്തിങ് യു ഹാവ് ടു നോ about getting the number of images. Perpendicular ആണെങ്കിൽ 3, ബാക്കി ഏത് കേസ് നിങ്ങൾക്ക് കിട്ടിയാലും യു ക്യാൻ കോൺഫിഡൻ്റ്ലി അപ്ലൈ ദിസ് കേസ്. മനസ്സിലാവും, നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ വൺ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോം. ഇത് കാണുമ്പോഴേ അറിയാം ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. പണ്ടത്തെ നിങ്ങളാണെങ്കിൽ ഒരുപാട് ആലോചിച്ചിരിക്കും, ഇനി നിങ്ങൾ ആലോചിക്കില്ല. ആൻസർ ഈസ് 3. മനസ്സിലായോ? സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയൊരു കാര്യം. ഇനി കാര്യങ്ങളൊന്നും കൂടെ മാറി. ഇവിടെ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോം. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റെപ്പ് ഫൈൻഡ് n is equal to 360 by theta, 360 by 60 which is equal to 6. ഇപ്പോൾ 6 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, ശരിയല്ലേ? 6 ഈവൻ നമ്പർ ആണെങ്കിൽ കാര്യം സിമ്പിളാണ്. n-1 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്തത് ഞാൻ വേറെ 1-2 കേസും കൂടെ പറഞ്ഞുതരാം. ദിസ് ഇസ് ഇറ്റ്, ദിസ് ഇസ് O, ദിസ് ഇസ് 20 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 30 ഡിഗ്രി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ n കാണുമ്പോൾ n is equal to 360 by 50 which is equal to 7.2. ഇവിടെ n is equal to 7.2 എന്നാണ് വരുന്നത് അല്ലേ? 7.2 എന്നാണ് വരുന്നത്. നൗ യു ക്യാൻ റൗണ്ട് ഓഫ്. 7.2 എന്നുള്ളത് 7ലേക്ക് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്തു. ഇപ്പോൾ 7ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ n became odd. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈസ് ഇറ്റ് സിമെട്രിക്കൽ ഓർ asymmetrical. ഇവിടെ എന്താടാ? ഹിയർ ഇറ്റ് ഇസ് asymmetrical അല്ലേ? ഇവിടെ 20, ഇവിടെ 30 ആണുള്ളത്. asymmetrical ആണെങ്കിൽ കാര്യം സിമ്പിളാണ്, n തന്നെയാണ് ആൻസർ, ദാറ്റ് ഈസ് 7 തന്നെയാണ് ആൻസർ. അല്ല ഇത് സിമെട്രിക്കൽ ആയിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ n-1 ആയതിന് ആൻസർ 7 - 1 = 6 ആയതിനെ. പക്ഷേ ഇത് asymmetrical ആയതുകൊണ്ട് n = 7, n തന്നെയാണ് ആൻസർ. മനസ്സിലായോ? ദാറ്റ് ഈസ് എവറിത്തിങ് അബൌട്ട് ഇമേജ് ഫോർമേഷൻ. ഇനി നിങ്ങൾക്ക് എത്ര ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കോ? വളരെ സിമ്പിളായി ഒരു സിമ്പിൾ കഴിഞ്ഞ വർഷത്തെ കോമ്പി ക്ലാസ്സിൽ ഇമേജിങ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് ഞാൻ എവിടേക്കാണോ ഫ്ലോ വരുത്തിയത് അല്ലെങ്കിൽ എവിടേക്കാണോ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാത്ത രീതിയിൽ ടോപ്പിക്സ് എടുത്ത് തീർത്തത് അതിനൊന്നും കൂടെ എംബ്രേസ് ചെയ്ത് അതിനൊന്നും കൂടെ ബെറ്റർ ആക്കി ഇത്തവണ എടുക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എൻറ്റയർ നമ്പർ ഓഫ് ഇമേജസ് ഫോം. കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷനാണ്, എവിടെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ല. കുട്ടികൾക്കെല്ലാം ഇതിപ്പോൾ എന്താ ചെയ്യുക, എവിടെ കൊടുക്കുക, സിമെട്രിക്കലാണോ, എന്താണ് എസിമെട്രി എന്നൊക്കെ ചോദിക്കും. സോ നൗ ദിസ് ബിക്കേം ബെറ്റർ ഫോർ യു ഐ ഗെസ്. എല്ലാവർക്കും മനസ്സിലാവിടെ? ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടാൽ മനസ്സിലായിച്ചാൽ. അറൗണ്ട് ഒരു 15 മിനിറ്റ്സോളം ഐ ജസ്റ്റ് ടോക്ക്ഡ് ഓൺലി അബൌട്ട് ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വേൾഡ് ഓഫ് സ്ഫെറിക്കൽ മിറർ ആൻഡ് കോൺവെക്സ് മിറർ. അതായത് നമ്മുടെ ഫുൾ റേ ഓപ്റ്റിക്സ് തുടങ്ങി 45 മിനിറ്റിന് ശേഷമാണ് നമ്മൾ മിറേഴ്സിലേക്ക് കയറുന്നത്. യൂഷ്വലി റെഗുലർ ക്ലാസ്സിൽ പോലും വാട്ട് ഈസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക് സ്ഫെറിക്കൽ മിററാണ് അല്ലേ? നമ്മൾ വി ഡിസ്കസ് അബൌട്ട് 45 മിനിറ്റ്സ് എൻറ്റയർലി അബൌട്ട് പ്ലെയിൻ മിറർ, ഇമേജ് ഫോർമേഷൻ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. സർ PG ചെയ്യണോ? അയ്യോ, എന്നെ കാണുമ്പോൾ അത്രയും ഏജ് തോന്നിക്കുന്നുണ്ടോ? ഓ മൈ ഗോഡ്. അല്ല കൃഷ്ണ, ഞാനിപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇപ്പോൾ ഹൗസ് സർജൻസിയാണ്. 2 months കൂടെ ഹൗസ് സർജൻസി, അത് കഴിഞ്ഞാൽ ഐ എം ഫ്രീ. അത് കഴിഞ്ഞ് ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ NEET PG. നിങ്ങളുടെ NEET UG പോലെ NEET PG എഴുതണം, ദെൻ ഐ ഹാവ് ടു ഗെറ്റ് എ PG സീറ്റ്. ഓക്കെ ആണല്ലോ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വേൾഡ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന 2 മിറേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. ഇനി ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു 10 മിനിറ്റൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് ഫെർദർ പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളൂ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മിറേഴ്സിലേക്ക് വരാം. ഞാൻ പറഞ്ഞു 2 മിറേഴ്സാണ് നമുക്കുള്ളത്. വി ഹാവ് എ കോൺകേവ് മിറർ ആൻഡ് വി ഹാവ് എ കോൺവെക്സ് മിറർ. എന്താണ് കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺകേവ്, കേവ് ഫോർ കുഴി, മഞ്ഞുമേൽ ബോയ്സിലെ കുഴി എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് ഇൻസൈഡ്, കുഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ള കുഴിയിലാണുള്ളത്.
So if it is cave, കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, then you call it as a concave mirror. And if the convex എന്ന് പറഞ്ഞാൽ reflecting surface is outwards, മനസ്സിലായി, കുഴിയല്ല, ഓപ്പോസിറ്റ്, ഉൾട്ടവല, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, then you call it as a convex mirror. ഓക്കെ ആണല്ലോ. സോ concave mirror tick, convex mirror tick. Always remember cave, 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 ഉള്ളിലേക്ക്. സോ ദാറ്റ് പാർട്ട് ഈസ് റിഫ്ലക്റ്റിംഗ്. ഓക്കെ ആണല്ലോ, അതൊരിക്കലും മറക്കരുത്. ഓക്കെ ആണല്ലോ. സോ ബിഫോർ മൂവിങ് ഇൻ ടു എനിത്തിങ്, ദിസ് ഈസ് എ ന്യൂ തിങ്. നിങ്ങളോട് ഞാനിപ്പോൾ ആകെ പറഞ്ഞ കാര്യം മിറർ എന്നുള്ളത് മാത്രമാണ്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് അറൗണ്ട് മിറർ? കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. സി വാട്ട് ഈസ് പോൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. പോൾ എന്ന് പറയുന്നത്, നമ്മളിങ്ങനൊരു മിറർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഇതിൻ്റെ ഒരു സെൻറ്റർ കിട്ടും, അത് നേരെ കൊണ്ടുപോയി മുട്ടിക്കുക, വിച്ച് ഈസ് ദ ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ദ മിറർ. അതിനാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് സെൻറ്റർ ഓഫ് കർവേച്ചർ? ഈ മിററിനെ നീ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് നത്തിങ് ബട്ട് എ സർക്കിൾ, അല്ലേ, ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിൻ്റെ സെൻറ്റർ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും രണ്ട്. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പോളിനും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ is what you call as a principal axis. That is called as principal axis. And what is aperture? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ഞാൻ ജോമെട്രിക് സെൻറ്റർ കിട്ടാൻ വേണ്ടി ആ മിററിൻ്റെ ഒരു തലക്കിൽ നിന്ന് വേറെ തലക്കിലേക്ക് ഒരു ലൈൻ വരച്ചു. ആ ലൈനിൻ്റെ നീളം നോക്കുക, അതിനെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ? ഈ ഒരു മിറർ ഇസ് എ പാർട്ട് ഓഫ് എ ലാർജ് സർക്കിൾ, അല്ലേ, ഒരു വലിയ സ്ഫിയറിൻ്റെ പാർട്ടാണ്. ആ സ്ഫിയറിൻ്റെ റേഡിയസ്, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മിറേഴ്സും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എവറിത്തിങ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ടു മിറേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോക്കസ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, ഫോക്കസ് എന്ന് പറയുമ്പോൾ നമ്മളത് കോൺകേവിൻ്റെ രീതിയിലും കോൺവെക്സിൻ്റെ രീതിയിലും പറയണം. കോൺകേവിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ലൈൻ, ഒരു റേ വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അത് നമ്മുടെ മിററിൽ തട്ടി നേരെ എപ്പോഴും ഒരൊറ്റ ലൈനിലൂടെ പാസ് ചെയ്യുള്ളൂ. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ആസ് ഫോക്കസ്. റേസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓൾവേസ് പാസസ് ത്രൂ വൺ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ദ മിറർ വിച്ച് ലൈസ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് ദി ഫോക്കസ് ഓഫ് ദി മിറർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോൺവെക്സ് മിററിനെ സംബന്ധിച്ച്? കോൺവെക്സ് മിററിനെ സംബന്ധിച്ച് ഒരു ലൈറ്റ് തട്ടിയാൽ അതൊരിക്കലും ഉള്ളിലേക്ക് പോകില്ല, ഇൻസ്റ്റഡ് ഇറ്റ് ഗോസ്, അല്ലേ, നേരെ ഡൈവേർജ് ചെയ്യും. എന്നാൽ ആ റേനെ നീ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പെർട്ടിക്കുലർ ലൈനിലൂടെ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. ദാറ്റ് പോയിന്റ് വിച്ച് ലൈസ് ഇൻസൈഡ് ദി മിറർ വേർ ദ റേസ് ആർ സപ്പോസ് ടു മീറ്റ്. ശരിക്കും അത് മീറ്റ് ചെയ്യുന്നില്ല, കാരണം അത് ദൂരേക്ക് പോവാണ്. അവരവിടെയായിരുന്നു മീറ്റ് ചെയ്യേണ്ടത്, പക്ഷെ എന്താ പറയുക, മിററിൻ്റെ അനാട്ടമി അങ്ങനെ ആയതുകൊണ്ട് അവർ മീറ്റ് ആയില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് മിറർ എന്ന് പറയാം. അങ്ങനെ ഈ ഒരു മിറർ റേസിനെ ഡൈവേർജ് ചെയ്യുന്നുണ്ട്, നമ്മളിതിനെ ഡൈവേർജിങ് മിറർ എന്നും കൂടെ പറയാറുണ്ട്. ഇതിനെ കൺവേർജ് ചെയ്യുന്നുണ്ട്, വി ഓൾസോ കോൾ ഇറ്റ് എസ് കൺവേർജിങ് മിറർ. ഓക്കെ ആണല്ലോ. ആൻഡ് ഈ ഫോക്കസിൻ്റെ പ്രത്യേകത, ഈ ഒരു ഇതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഫോക്കസ് വിൽ ബി ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ. മനസ്സിലായോടാ? ഫോക്കസ് വിൽ ബി ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ ഈസ് നെഗറ്റീവ്. എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെൻ വി ലേൺ അബൌട്ട് ദി റൂൾസ് ഫോർ നെയിമിങ്, അപ്പോൾ നമ്മൾ നോമൻക്ലേച്ചർ നമ്മൾ പഠിക്കും. അതുപോലെ കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത, ഹിയർ ഫോക്കസ് ഈസ് പോസിറ്റീവ്, ഹിയർ ഫോക്കസ് ഈസ് പോസിറ്റീവ്. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് റൂൾസ് ഉണ്ട്. റൂൾസ് ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഫോക്കസിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അല്ലേ. ഒരു റേ ഇഫ് ഇറ്റ് ഗോസ് പാരലൽ ദെൻ ഇറ്റ് മൂവ്സ് ത്രൂ ദ ഫോക്കസ്. അതേപോലെ ഇഫ് ഇറ്റ് ഗോസ് ത്രൂ ഫോക്കസ് ദെൻ ഇറ്റ് എമേർജ് പാരലൽ. മനസ്സിലായോ? അതാണ് കാര്യം. അതുപോലെ എ റേ വിച്ച് ഈസ് പാരലൽ വിൽ ഡൈവേർജ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്, അപ്പിയേഴ്സ് ടു പാസിംഗ് ത്രൂ ദ ഫോക്കസ്. എനി റേ വിച്ച് അപ്പിയേഴ്സ് ടു കം ആൻഡ് ഹിറ്റ് ദ ഫോക്കസ് വിൽ എമേർജ് പാരലൽ. ഞാൻ പറഞ്ഞ കാര്യത്തിനൊക്കെ തലങ്ങും വിലങ്ങും പറഞ്ഞതായിട്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തത്. മനസ്സിലായല്ലോ? ഫൈൻ. ഇനി ഫോക്കൽ ലെങ്ത്തിലേക്ക് വരാം. സോറി, ഞാൻ നേരത്തെ പറഞ്ഞു പോയി അല്ലേ. ഫോക്കൽ ലെങ്ത്ത് പറയാൻ സിമ്പിളാണ് കാര്യം.
നിങ്ങൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ നോക്കുക. ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. വരുന്നവനാണ് എപ്പോഴും ശരിയായവൻ, അല്ലേ? വിച്ച് എവർ കംസ് ടു യു ഇസ് ഓൾവേസ് റൈറ്റ്. അപ്പോൾ നീ എപ്പോഴും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നിൻ്റെ പോളിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് മെഷർ ചെയ്യണമെങ്കിൽ നീ ഒരു ഇപ്പോൾ ഇഫ് ദിസ് ഇസ് എ സ്കെയിൽ യു വിൽ ബി കീപ്പിംഗ് ദ സ്കെയിൽ നിയർ ദി പോൾ ആൻഡ് ഇവിടെ ഇങ്ങനെ സ്കെയിൽ വെക്കും. എന്നിട്ട് 0, 1, 2, 3 നീ ഇങ്ങോട്ടേക്കാണ് മെഷർ ചെയ്യാം, ശരിയല്ലേ? ലൈറ്റ് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീ മെഷർ ചെയ്യുന്നത്. സോ ഹിയർ ലൈറ്റും നീ മെഷർ ചെയ്യുന്ന ഡയറക്ഷനും ഈസ് ഓപ്പോസിറ്റ്. അപ്പം അത് നെഗറ്റീവായി, അല്ലേ? ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ്. സോ ഹിയർ എന്താണ്? ഫോക്കസ് ബിക്കെയിം നെഗറ്റീവ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ലൈറ്റ് വരുന്നത് ഇങ്ങനെ. ആൻഡ് ഇഫ് യു ഹാവ് ടു മെഷർ, ഇവിടെയാണ് നിൻ്റെ സ്കെയിൽ വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 0, 1, 2 എന്ന് മെഷർ ചെയ്യുമ്പോൾ യു ആർ മെഷറിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിലാണ് നീ മെഷർ ചെയ്യുന്നത്. യു ആർ മെഷറിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇറ്റ് സെൽഫ്. ആ സമയത്ത് എന്ത് പറ്റും? ഫോക്കസ് ഈസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തതാണ് റൂൾസ് ഓഫ് ഇമേജ് ഫോർമേഷൻ. എല്ലാവർക്കും അറിയുന്ന 3 റൂൾസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. എനി റേ വിച്ച് എമേർജ് പാരലൽ ടു ദ മിറർ ഓൾവേസ് പാസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. Any ray which passes through the principal focus emerge parallel to the principal axis. Any ray which passes through the center of curvature will retrace the path back. മനസ്സിലായോടാ? ആ റേ നേരെ പോയിട്ട് നമ്മുടെ മിററിൽ തട്ടുകയാണെങ്കിൽ അതേ ഡയറക്ഷനിൽ അത് പുറകിലേക്ക് വരും എന്നുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി വാട്ട് ഹാപ്പൻസ്? സി, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കാം. സി, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ദൂരം നിന്ന്, അപ്പോൾ അത് ഓൾമോസ്റ്റ് പാരലായിട്ട് റേസ് വരും എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വേർ ഇസ് ഇമേജ് ഫോംഡ്? കണ്ടോ, എല്ലാം കൂട്ടിമുട്ടുന്നത്. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എഫ്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് ശരിക്കും കൂട്ടിമുട്ടുന്നുണ്ട്. ഇഫ് ദ റേസ് ആക്ച്വലി മീറ്റ് ദെൻ യു വിൽ ഗെറ്റ് എ റിയൽ ഇമേജ്. അതുപോലെ ദിസ് ഇസ് ഇൻവേർട്ടഡ്. ഓൾ റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ്. തല തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. സോ ഇഫ് ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. മനസ്സിലായോടാ? ഫോർ എവറി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്, ഇഫ് യു ലുക്ക് അറ്റ് ദ മാഗ്നിഫിക്കേഷൻ ദ വാല്യൂ വിൽ ബി നെഗറ്റീവ്. വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുണ്ടാവുക. അതുപോലെ ദിസ് വിൽ ബി ഹൈലി ഡിമിനിഷ്ഡ്. ഇതിൻ്റെ വലിപ്പം വളരെയധികം ചെറുതായിരിക്കും. ഇറ്റ് വിൽ ബി ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പോയിൻറ്റ് സൈസ്ഡ്. ഒരൊറ്റ ചെറിയൊരു കടുകുമണിയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പോയിൻറ്റ് സൈസ്ഡ്. ഓക്കെ ആണല്ലോ? അതുപോലെ വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ? എം ഇസ് ഈക്വൽ ടു HI/HO. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. കാരണം ഹൈറ്റ് ഓഫ് ഇമേജ് ഇവിടെ ഉണ്ടാവുക, തല തിരിഞ്ഞാൽ ഉണ്ടാവുക. അത് ഞാൻ പറയാം. മുകളിലേക്ക് മെഷർ ചെയ്യുമ്പോൾ പോസിറ്റീവും താഴത്തേക്ക് മെഷർ ചെയ്യുമ്പോൾ നെഗറ്റീവാണ് ഉണ്ടാവുക. കേട്ടോ, ജസ്റ്റ് ഓർത്തിരിക്കാം. സോ ദിസ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. എം വിൽ ബി വെരി വെരി ലെസ് ദാൻ 1. അടുത്തത്, ഇൻ ദ സെക്കൻഡ് കേസ് ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി. സോ ബിയോണ്ട് സി ആവുന്ന സമയത്ത് യു ക്യാൻ ക്ലിയർലി സി ദ ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. ആൻഡ് ഇവിടെ ഉള്ളതിൻ്റെ അത്രയും ലെങ്ത് തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സോ എവിടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്? ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്കായിട്ടാണ് നിനക്ക് ഇതിൻ്റെ ഇമേജ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ കിട്ടിയത് ഒരു റിയൽ ഇമേജ് ആണ്, അല്ലേ? കാരണം ശരിക്കും മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് മറ്റേ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്, അല്ലേ? സോ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. ഒന്ന് ചെറുതായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്, അല്ലേ? ആൻഡ് മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. എം ഇസ് ലെസ് ദാൻ 1. ഓക്കെ ആണല്ലോ? ഇറ്റ് ഈസ് നെഗറ്റീവ്. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെയുള്ളൊരു കാര്യമാണ് വാട്ട് ഹാപ്പൻസ് വെൻ യു കീപ് ദി ഒബ്ജക്റ്റ് അറ്റ് സി. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഇമേജ് ഓൾസോ അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഇമേജും കിട്ടുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ്. അതുപോലെ നിനക്ക് ശരിക്കും ഇത് കൂട്ടിമുട്ടുന്നുണ്ട്, റിയൽ ഇമേജാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത് സെയിം സൈസ് തന്നെ ആയിരിക്കും, മറ്റേ അതേ സൈസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. മാഗ്നിഫിക്കേഷൻ വിൽ ബി -1. കാരണം എന്താ? സെയിം സൈസ് പക്ഷേ ഇൻവേർട്ടഡ്.
മനസ്സിലായോ? സെയിം സൈസ് പക്ഷേ ഇൻവേർട്ടഡ്, അതുകൊണ്ട് അത് നെഗറ്റീവായി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് യു ട്രൈ ടു കീപ്പ് ഇറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്? ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്കാണ് നീ അത് വെക്കുന്നെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ ഇടയ്ക്കാണ് വെക്കുന്നെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ബിയോണ്ട് സി. സോ ഇറ്റ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. അത് മാത്രമല്ല, നിനക്ക് കിട്ടുന്നത് ശരിക്കും കൂട്ടിമുട്ടുന്നതുകൊണ്ട് തന്നെ അത് റിയൽ ആയിരിക്കും, തലകുത്തിയിരിക്കുന്നതുകൊണ്ട് അത് ഇൻവേർട്ടഡ് ആയിരിക്കും. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം നീ കൊടുത്ത ഒബ്ജക്റ്റിനേക്കാൾ വലിയൊരു ഇമേജ് നിനക്ക് കിട്ടി അല്ലേ? ഓർ യു ക്യാൻ സേ നൗ ദിസ് ഒബ്ജക്റ്റ് ഈസ് മാഗ്നിഫൈഡ്. ശരിയല്ലേടാ? അതായത് എം ഇപ്പോഴും നെഗറ്റീവാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മോഡുലസ് ഓഫ് എം വിൽ ബി മോർ ദാൻ 1. നിനക്ക് -2 കിട്ടും. അതായത് 1 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റ് നിനക്ക് 2 സെൻറ്റിമീറ്റർ തലകുത്തി കിട്ടും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. മനസ്സിലായോ? അത് വലുതാവും, പക്ഷേ അത് തലതിരിഞ്ഞായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? പിന്നുള്ളൊരു കാര്യം, വാട്ട് ഹാപ്പൻസ് വെൻ ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് എഫ് എന്നുള്ളത് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും. ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, കാരണം ഇത് ഇറ്റ് ഈസ് ഗോയിങ് അല്ലേ, ഇറ്റ് ഈസ് ഗോയിങ് പാരലൽ, അത് ഇറ്റ്സ് ഗോയിങ് ടു ഇൻഫിനിറ്റി, അത് ശൂന്യതയിലേക്ക് പോവാണ്. അതുപോലെ ഇത് വി അസ്യൂം അല്ലേ, നമുക്കറിയില്ല, പക്ഷേ വി ആർ ബിലീവിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു മീറ്റ് അറ്റ് ഇൻഫിനിറ്റി. അത് എവിടെയോ ഇൻഫിനിറ്റിയിൽ വെച്ച് കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് റിയലും ഇൻവേർട്ടഡ് ആക്കി എടുക്കാം. ആൻഡ് ഇത് വളരെ വലുതാവും. ഇറ്റ് വിൽ ബിക്കം സോ ബിഗ് ദാറ്റ് യു ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് ഹൈലി മാഗ്നിഫൈഡ് ഇമേജ്. വളരെ വലുതായൊരു ഇമേജ് ആയിട്ട് നിനക്ക് വേണമെങ്കിൽ അതിനെ ചെയ്യാം. അതുപോലെ എം ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ മാഗ്നിഫിക്കേഷൻ ഓഫ് എം വിൽ ബി വെരി വെരി ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഇറ്റ് വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1. കാരണം എന്താ? അത് ഇൻഫിനിറ്റിയിൽ നിന്ന് എത്തുമ്പോഴേക്കും വളരെ വലിയൊരു ഇമേജ് ആയിട്ടായിരിക്കും നിൻ്റെ മുന്നിൽ നിനക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അത് വെച്ചാൽ അടുത്തത് നെക്സ്റ്റ് നീ ഒന്നും കൂടെ നീക്കുകയാണ്. സി, നമ്മൾ ദൂരം നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് ബിയോണ്ട് സി, ബിറ്റ്വീൻ അറ്റ് സി, ബിറ്റ്വീൻ എഫ് ആൻഡ് സി. നൗ ഇറ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അവിടെ നോക്കുമ്പോൾ നീ നോർമലി വരയ്ക്കുമ്പോൾ ദോസ് റേസ് ആർ ഡൈവേർജിങ്, അവർ അനന്തതയിലേക്ക് പോവാണ്. പക്ഷേ ഇഫ് യു ട്രൈ ടു ട്രേസ് ഇറ്റ് ബാക്ക്വേർഡ്, അത് നീ ബാക്കിലേക്ക് ട്രേസ് ചെയ്യാം, ദെൻ യു വിൽ റിയലൈസ് ഇറ്റ് ഈസ് മീറ്റിംഗ്. അവരൊരു പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ശരിക്കും മീറ്റ് ചെയ്യല്ല, അപ്പിയേഴ്സ് ടു മീറ്റ്. സോ ഫോർ ദ ഫസ്റ്റ് ടൈം യു ഗെറ്റിംഗ് ആൻ ഇമേജ് on the opposite side of object. Opposite side of object. എവിടെയാണോ ഇമേജ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദി മിറർ എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഇത് ശരിക്കും ഫോം ചെയ്യില്ല. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ വിർച്വൽ ഇമേജ്. ഇറ്റ്സ് എ ക്ലീൻ വിർച്വൽ ഇമേജ് അല്ലേ? ഇത് ഇറക്റ്റ് ആയിരിക്കും, നേരെ നിൽക്കും. കാരണം സി, ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ഓർ യു ക്യാൻ സേ ദിസ് ഇസ് അപ്രൈറ്റ്. സി, വിർച്വൽ അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി നിനക്ക് പറയാം മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവ് ഹിയർ. മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവ് ഹിയർ. ഓക്കെ ആണല്ലോ? അതുപോലെ ദിസ് ഇസ് മാഗ്നിഫൈഡ് ഓർ എൻലാർജ്ഡ്. ഓക്കെ ആണല്ലോ? മാഗ്നിഫൈഡ് ഓർ എൻലാർജ്ഡ് ആയിരിക്കും. സോ മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഓർ മാഗ്നിഫിക്കേഷൻ ഓഫ് എം ഇസ് മോർ ദാൻ 1. ഓക്കെ ആണല്ലോ? സർ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു തിയറി കഴിഞ്ഞാൽ ഐ യൂസ് ടു ഡു വിത്ത് ക്വസ്റ്റ്യൻസ് ഓൾസോ. നമുക്ക് ഒരു റെഗുലർ സെഷൻ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ പോർഷനും ഞാൻ 2-3 ചെയ്ത് എഫക്റ്റീവ്ലി ഒരു 30 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. മൊത്തം നോക്കുമ്പോൾ എല്ലാ ടോപ്പിക്കും ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 10 ടോപ്പിക് ഉണ്ട്. എല്ലാത്തും 3 ക്വസ്റ്റ്യൻ ചെയ്തതിലടക്കം ഇറ്റ് മേക്സ് 30 ക്വസ്റ്റ്യൻസ് അല്ലേ? നമുക്ക് ഒരു പ്രോപ്പർ റിപ്പീറ്റഡ് ക്ലാസ് എടുക്കുമ്പോൾ പോലും നമ്മൾ ഹാർട്ടി ഒരു 40 ക്വസ്റ്റ്യൻസാണ് ചെയ്യാറ്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 30 ക്വസ്റ്റ്യൻസ് കിട്ടുന്നെങ്കിൽ അത് നല്ലൊരു സ്ട്രൈക്ക് ഓഫ് അല്ലേ? നോക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നൗ റൂൾസ് ഓഫ് ഇമേജ് ഫോർമേഷൻ ഫോർ കോൺവെക്സ് മിറർ. അപ്പോൾ കോൺകേവിന് നമ്മൾ അങ്ങനെ അങ്ങ് സൈഡാക്കി. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺവെക്സിൽ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. Okay, so when you come to image formation in convex mirror, a ray which is parallel to convex mirror will appear to diverge from focus. അറിയാം, any ray which appears to meet focus will emerge parallel. നേരെ തിരിച്ച് a ray which appears to strike on center of curvature will retrace the path. സിമ്പിൾ കാര്യമാണ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. 3 ലോസ് ഉണ്ട്, 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനി സി, വി ആർ കീപ്പിംഗ് എനി ഒബ്ജക്റ്റ് എക്സെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലല്ല, നമുക്ക് കാണുന്ന സ്ഥലത്ത് ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നിവിടെ തട്ടുന്നു, പോകുന്നു, നേരെ ഇവിടെ വരുന്നു. സോ യു വിൽ ബി ഗെറ്റിംഗ്, എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, വെനെവർ യു ഗെറ്റ് ദി ഒബ്ജക്റ്റ് വിൽ ബി ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. ഒബ്ജക്റ്റ് അറ്റ് ഓപ്പോസിറ്റ് സൈഡ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണ്, ഇറ്റ് വിൽ ബി ഓൾവേസ് ഫോംഡ് ഇൻ ദി ഓപ്പോസിറ്റ് സൈഡ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് വിൽ ബി വിർച്വൽ. കാരണം കണ്ടോ, ഇറക്റ്റ് എന്നാൽ ചെറുതായി, ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. മനസ്സിലായോ? മാഗ്നിഫിക്കേഷൻ ഓഫ് എം ഇസ് ലെസ് ദാൻ 1, എം ഈസ് പോസിറ്റീവ്. കാരണം എന്താ, അതൊരു വിർച്വൽ ഇമേജ് ആണ്. ഓക്കെ ആണല്ലോ, സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ആ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുക. അല്ല ഇനി അത് ഇൻഫിനിറ്റിയിലാണെങ്കിലോ, ഇൻഫിനിറ്റിയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇൻഫിനിറ്റിയിലാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ ഫോക്കസ്. അപ്പിയേഴ്സ് ടു മീറ്റ് ഇൻ ഫോക്കസ് പ്ലസ് അപ്പിയേഴ്സ് ടു മീറ്റ് ആൻഡ് ഇത് വിർച്വൽ ആണ് അല്ലേ, വളരെ ചെറുതാണ്. സോ ഇറ്റ് ഈസ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. അതുപോലെ വിർച്വൽ ഇറക്റ്റ് ആണ്. എം ഈസ് പോസിറ്റീവ് ആൻഡ് ദ വാല്യൂ ഓഫ് എം ഈസ് ലെസ് ദാൻ 1 അല്ലേ, വളരെ ചെറുതാണ്. ഇറ്റ്സ് വെരി വെരി ലെസ് ദാൻ 1 തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ആ കാര്യങ്ങളൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ സമ്മറൈസ് ഫോർ യു. സി, ഒരു കോൺകേവ് മിററിൻ്റെ പ്രത്യേകത, എ കോൺകേവ് മിറർ ക്യാൻ ഫോം റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് ഇമേജ് അല്ലേ, വിത്ത് എം നെഗറ്റീവ് ആൻഡ് എം ലെസ് ദാൻ 1. നമ്മൾ പഠിച്ചതാണ് ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് കിട്ടുന്ന ഒരുപാട് കണ്ടീഷൻ, ഇൻഫിനിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയൽ ഡിമിനിഷ്ഡ് സെയിം സൈസ് കിട്ടും. ഏതിൽ? അറ്റ് സി. അപ്പോൾ അവിടെ എന്താ പറ്റും, എം ഈക്വൽ ടു -1 ആവും. ഇറ്റ്സ് എം ഇസ് ഈക്വൽ ടു 1, അതും നമുക്ക് കിട്ടി. ഓൾസോ ഇറ്റ് ക്യാൻ ഫോം റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ്. എപ്പോഴായിരുന്നു? ബിറ്റ്വീൻ എഫ് ആൻഡ് സി അല്ലേ. അപ്പോൾ ഇവിടെ എം നെഗറ്റീവ് തന്നെയാണ്, പക്ഷേ ദിസ് ഈസ് മോർ ദാൻ 1. ഓൾസോ യു ക്യാൻ ഗെറ്റ് വൺ മോർ തിങ്, വിർച്വൽ ഇറക്റ്റ് ആൻഡ് magnified image, that is m is equal to positive and modification more than 1. എപ്പോഴാ അത് കിട്ടുക? when it is between f and pole. ഓക്കെ ആണല്ലോ. അതുപോലെ കോൺവെക്സ് മിറർ ആണെങ്കിൽ വേറെ അടിയും തല്ലും വഴക്കൊന്നുമില്ല. അതിനെപ്പോഴും വിർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ആയിട്ട് എം പോസിറ്റീവായി എം 1ൽ ചെറുത് ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും കിട്ടുക. സോ ദിസ് ഈസ് ഹൗ യു സമ്മറൈസ് ദി എൻറ്റയർ ഇമേജ് ഫോർമേഷൻ. ഓക്കെ ആണല്ലോ. സർ എനിക്കിപ്പോൾ 430 to 450 സംതിങ് കിട്ടുന്നുള്ളൂ, എനിക്ക് നീറ്റ് കിട്ടുമ്പോൾ സർ ഹോപ്പ്ലെസ് ആകുന്ന പോലെ. സി സ്നേഹ, ഇപ്പോൾ സ്നേഹ ഇസ് ഇഫ് യു ആർ സംബഡി ഹു ഇസ് സ്ട്രക്ക് ഓൺ 400, വാട്ട് ഐ ഓൾവേസ് everyone I used to say is, see bio is for 360, chemistry la inorganic bar organic is for 140, that is 500, and if you hardly do 25 questions of physics, that is 100, this is 600. This is the easiest way to get a 600 in NEET. മനസ്സിലായോ സ്നേഹ? സോ വെനെവർ യു ആർ സ്റ്റഡിങ്, ഇത്രയാണ് കാര്യം. ബയോളജിയും ഓർഗാനിക്കും ഇൻഓർഗാനിക്കും ഈ മൂന്നെണ്ണവും ഏതൊരു കുട്ടിക്കും വായിച്ച് കാണാപ്പാഠം പഠിച്ച് മാർക്ക് നേടാൻ പറ്റിയ 3 സാധനങ്ങളാണ് അല്ലേ. ഇൻഓർഗാനിക്കും ഓർഗാനിക്കൊക്കെ നല്ലോണം ഒന്ന് ഇരുന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി, ഇഫ് യു സ്റ്റാർട്ട് റീഡിങ് ഐ എം പ്രിറ്റി ഷുവർ യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് ക്യാച്ച് ഓൺ ഇറ്റ്. നിങ്ങൾക്കൊന്ന് വൃത്തിക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺസ് അതിന് കിട്ടും. സോ ഓൾവേസ് ഫോക്കസ് ഓൺ ബയോളജി, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഫിസിക്സിലെ തന്നെ ഈസി ചാപ്റ്റേഴ്സ് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആറ്റംസ്, ന്യൂക്ലിയർ, EMI, AC, അങ്ങനത്തെ കുറച്ചൊരു 10 ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിന്ന് ഈസിലി ഒരു 25 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് അറൗണ്ട് ഒരു 600 റേഞ്ചിലേക്ക് നമുക്ക് പുഷ് ചെയ്യാം. മനസ്സിലായോ? സോ വെനെവർ യു ആർ ഇൻ ഡൗട്ട്, you go the way which can give you more marks, and that is how you can progress easily. മനസ്സിലായോ? അല്ലാണ്ട് ഇഫ് യു സിറ്റ് ഓൺ ഫിസിക്സ് ആൻഡ് തിങ്ക് ലൈക്ക് അയ്യോ എനിക്ക് മാർക്ക് കൂടുന്നില്ലല്ലോ, ഞാനിപ്പോൾ റയോപ്റ്റിക്സ് പഠിച്ചായിട്ട് എൻ്റെ മാർക്ക് കൂടുന്നില്ലല്ലോ. സി, റയോപ്റ്റിക്സ് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ വീഴും, എല്ലാവരും വീഴും, ഇൻക്ലൂഡിങ് മീ, എവറിബഡി വിൽ ഫെയിൽ. അപ്പം നമ്മൾ വീഴാൻ സാധ്യതയില്ലാത്ത നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആ ചാപ്റ്റേഴ്സിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി നമുക്ക് ലെറ്റ്സ് ട്രൈ ടു ഇവാലുവേറ്റ് ദ കേസസ് ഓഫ് മാഗ്നിഫിക്കേഷൻ. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടാണ്. ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് +3, പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറക്റ്റ് അല്ലെങ്കിൽ അപ്രൈറ്റ് എന്നാണ് മീനിങ്. 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാഗ്നിഫൈഡ് അല്ലേ. സോ
ഇറക്റ്റ് അപ്രൈറ്റ് ആയിട്ട് മാഗ്നിഫൈഡ് കിട്ടണമെങ്കിൽ അതെപ്പോഴും കോൺകേവ് മിറർ ആയിരിക്കും. കോൺകേവ് മിററിൽ ഇവിടെ വെക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഇറക്റ്റ് അപ്രൈറ്റ് ആൻഡ് വിർച്വൽ ഇമേജ് അല്ലേ. സോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം ദിസ് ഈസ് ഫൗണ്ട് ബൈ എ കോൺകേവ് മിറർ. ഓൾസോ ദിസ് ഈസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. മനസ്സിലായോ ഫസ്റ്റ് അനാലിസിസ്. രണ്ടാമത്തത് എം ഇസ് ഈക്വൽ ടു -3. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ദിസ് ഇസ് ഓൾവേസ് കോൺകേവ് മിറർ. എവിടെയെന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ്, ബട്ട് ദിസ് ഇസ് ഓൾവേസ് കോൺകേവ് മിറർ. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം 3 ഇരട്ടിയൊക്കെ ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ല, കാരണം അപ്പോൾ ഈക്വൽ സൈസാണ് വരിക. ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ് നിനക്ക് കുറച്ച് വലിയ ഇമേജാണ് കിട്ടുക. സോ മോസ്റ്റ് പ്രോബ്ലി അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഈ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അടുത്തത് യു ആർ ഗെറ്റിംഗ് എം ഇസ് ഈക്വൽ ടു +1/4. ശ്രദ്ധിച്ചേ, +1/4. പ്ലസ് കിട്ടി ഇറക്റ്റായി, 1/4 കിട്ടിയാൽ ഡിമിനിഷ്ഡായി. വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഈസ് കോൺവെക്സ് മിറർ. മനസ്സിലായോ? ഇനി എം നിനക്ക് കിട്ടി, അത് -1/3 ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ്, അപ്പോൾ കോൺവെക്സ് ഔട്ടായി, കോൺകേവ് തന്നെയാണെന്ന് ഉറപ്പായി. കോൺകേവിൽ എന്ത് 1/3 എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിയോണ്ട് സി, സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബിയോണ്ട് ആണെങ്കിൽ CF ആണെങ്കിൽ നിനക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ഒരു ഡിമിനിഷ്ഡ് അല്ലേ കിട്ടുക. സോ ദിസ് വിൽ ബി മോസ്റ്റ് പ്രോബ്ലി കെപ്റ്റ് ബിയോണ്ട് C. മനസ്സിലായോ? ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു മാഗ്നിഫിക്കേഷൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു സാധനം അനലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ആ കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നൗ വി ആർ മൂവിങ് ഇൻ ടു മിറർ ഫോർമുല. ഓക്കെ ആണല്ലോ? സോ മിറർ ഫോർമുല എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മിറർ ഫോർമുല 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ആണ് അല്ലേ. എല്ലാം സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ. എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ആണ്. അതൊരു കോൺകേവ് മിറർ ആണെങ്കിൽ എഫ് ഈസ് നെഗറ്റീവ്, അല്ല അതൊരു കോൺവെക്സ് മിറർ ആണെങ്കിൽ എഫ് ഈസ് പോസിറ്റീവ്. ശരിയല്ലേ? കോൺകേവ് മിറർ ആണെങ്കിൽ എഫ് നെഗറ്റീവ് ആണ്, കോൺവെക്സ് ആണെങ്കിൽ എഫ് പോസിറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഇഫ് ഇറ്റ് ഇസ് എ പ്ലെയിൻ മിറർ, പ്ലെയിൻ മിററിൻ്റെ ഫോക്കസ് ഇൻഫിനിറ്റി ആണ്. മനസ്സിലായോ? റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി. കാരണം ഇങ്ങനെ ഇരിക്കുന്നൊരു മിറർ നീ എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് സർക്കിളാക്കും അല്ലേ. സോ വി ബിലീവ് ദാറ്റ് ദ ഫോക്കസ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബിഫോർ അപ്ലൈയിങ് മിറർ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം ഈസ് വാട്ട് ഈസ് ദി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. സിമ്പിൾ കാര്യമാണ്. സോ ദിസ് ഇസ് പോൾ. ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ. ഇവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടോ. യു ഹാവ് ലൈറ്റ് റേ. ഡയറക്ഷൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെൻ യു ആർ മെഷറിങ് തിങ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ ഇറ്റ് ഈസ് പോസിറ്റീവ്. ശരിയാണോടാ? നീ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ലൈറ്റ് റേ, നെഗറ്റീവായി. അപ്പോൾ ദിസ് ഇസ് നെഗറ്റീവ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ, സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവാൻ. മുകളിലേക്ക് മെഷർ ചെയ്യണോ? സോ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. സോ ദിസ് ഇസ് പോസിറ്റീവ്. താഴത്തേക്ക് മെഷർ ചെയ്യണോ? ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ, ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലായോ? സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ ഇറ്റ് ഈസ് പോസിറ്റീവ്, എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ ഇറ്റ് ഈസ് നെഗറ്റീവ്, എബവ് കാർട്ടീഷ്യൻ ഇറ്റ് ഈസ് പോസിറ്റീവ്, ബിലോ കാർട്ടീഷ്യൻ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഈ 4 റൂള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഡയറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റില്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. പിന്നെയുള്ളതാണ് വാട്ട് ഇസ് മാഗ്നിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഓർ യു ഹാവ് ഓൾസോ ഹാവ് എൻ ഇക്വേഷൻ -v/u, m is equal to -v/u. പക്ഷേ ദിസ് ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി മിറേഴ്സ്. ലെൻസിലേക്ക് കാര്യം മാറും. മിറേഴ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഇഫ് യു ആർ ആസ്ക്ഡ് അബൌട്ട് മിറേഴ്സ്, കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഇത് എഴുതാം. ഓക്കെ ആണല്ലോ? ഫൈൻ. എപ്പോഴും m is equal to hi/ho ഈക്വൽ ടു -v/u കൊടുക്കുമ്പോൾ ഇതിനൊന്നും സൈൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഒരുപാട് പേര് വിചാരിക്കും ഇതിൽ നെഗറ്റീവ് ഉണ്ടല്ലോ, ഇനി ഞാൻ യുവിന് നെഗറ്റീവ് കൊടുക്കണ്ട. അങ്ങനെയല്ല. സി ഇവിടെ HIO ആയാലും HO ആയാലും V ആയാലും U ആയാലും ഓൾ വിത്ത് സൈൻ. മനസ്സിലാക്കിയോടാ? എവറിത്തിങ് ഷുഡ് ബി റിട്ടൺ വിത്ത് ദയർ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഓക്കെ ആണല്ലോ? ഫൈൻ.
അത് ഓർത്ത് വയ്ക്കാം. അത്രയും മനസ്സിലാക്കിക്കൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു വൺ ക്വസ്റ്റ്യൻ. എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 10 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ, രണ്ട് കേസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ലെറ്റ്സ് ടേക്ക് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു കോൺകേവ് മിററാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഇസ് എ കോൺകേവ് മിറർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ദിസ് ഇസ് ദ പോൾ, ദിസ് ഇസ് ദി ഒബ്ജക്റ്റ്. പോളിന്ന് 10 സെൻറ്റിമീറ്റർ മാറിയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും ദിസ് വിൽ ബി റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഫോക്കസ് വിൽ ബി, വാട്ട് ഇസ് ഫോക്കസ്? ഫോക്കസ് ഇസ് ദ ഹാഫ് ഓഫ് റേഡിയസ് അല്ലേ. സോ r/2 എന്ന് പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 15/2. പക്ഷേ ദിസ് ഇസ് എ കോൺകേവ് മിറർ, സോ ഇറ്റ് ഇസ് -15/2. ഓർ യു ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു -15/2. നിങ്ങൾ ചോദിച്ചാൽ ഫൈൻഡ് ദ പൊസിഷനാണ്, സിമ്പിളാണ്. 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u, ഓർ 1/-15/2 ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡയറക്ഷനിലായിട്ട് വരുന്നു, നീ ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്നു. സോ -1/10. ഓർ യു ക്യാൻ റൈറ്റ് 1/v ഈക്വൽ ടു 1/10 മൈനസ് 2/15. സോ 15, 10ൻ്റെയും 15ൻ്റെയും കൂടെ LCM നോക്കുക, വിച്ച് ഇസ് 30. അപ്പോൾ ഇറ്റ് ഈസ് 3 മൈനസ് 2 ഇൻറ്റു 2/30. സോ ഇറ്റ് ഈസ് 3 മൈനസ് 4/30 ഓർ -1/30. or v equal to -30 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. v equal to -30 സെൻറ്റിമീറ്റർ. അപ്പം നെഗറ്റീവാണ് v കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സോ ശരിക്കും കൂട്ടിമുട്ടും, അപ്പോൾ അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയേണ്ട എന്താ, വാട്ട് ഇസ് എ മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ m is equal to hi/ho. ഇതിവിടെ ഇല്ല, പക്ഷേ -v/u നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ശരിയല്ലേ? സോ ദാറ്റ് ഈസ് മൈനസ്, വിൻ്റെ -30 ആണ്, u -10 ആണ്. മൈനസ് വെട്ടിപ്പോയി, -3. അപ്പോൾ -3 ആയാൽ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്. മനസ്സിലായോടാ? ആൻഡ് ഇത് മോർ ദാൻ 1 ആണ് അല്ലേ. മോഡുലസ് ഓഫ് 1 ഇസ് മോർ ദാൻ 1. അതുകൊണ്ട് എന്ത് പറയാം? ഒബ്ജക്റ്റ് ഈസ് മാഗ്നിഫൈഡ് എന്നൂടെ നിങ്ങൾക്ക് പറയാം. മനസ്സിലായോടാ? ഒബ്ജക്റ്റ് ഈസ് മാഗ്നിഫൈഡ്. ഓക്കെ ആണല്ലോ. സോ ഇതേ കാര്യം നിങ്ങൾ 5 സെൻറ്റിമീറ്റർ കൊടുത്തു നോക്കി നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഇവിടെ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ്, ഹിയർ u is equal to -5 സെൻറ്റിമീറ്റർ, f is equal to -15/2 സെൻറ്റിമീറ്റർ, and you are asked to find what is the v. നമുക്കറിയാം 1/f is equal to 1/v plus 1/u, 1/v equal to 1/f, അല്ലെങ്കിൽ നമുക്ക് നേരെ അപ്ലൈ ചെയ്യാം, അതാണ് നല്ലത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 1/-15/2 equal to 1/v minus 1/5, or 1/v equal to 1/5 minus 2/15. സിമ്പിൾ ആണ്. 5 15 LCM 15 തന്നെയാണ്. സോ 3 minus 2/15 or 1/15, or v is equal to +15 സെൻറ്റിമീറ്റർ. ശ്രദ്ധിച്ചോടാ, +15 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യു ആർ ഗെറ്റിംഗ് ദ ഇമേജ് ഓവർ ഹിയർ. പോസിറ്റീവ് ഇടുന്നത് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെയാണ് കിട്ടുന്നത്. അപ്പം തന്നെ ഒരു കാര്യം ക്ലിയർ ആയി. വാട്ട് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഇസ് എ വിർച്വൽ ഇറക്റ്റ് ഇമേജ്, ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് എ മാഗ്നിഫിക്കേഷൻ ഡാ? -v/u മൈനസ് v എത്രയാണ് ഇവിടെ? +15/- u എത്രയാണ് ഇവിടെ? 5. സോ മൈനസും പോയി. സോ ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്കിവിടെ m എന്ന് പറയുന്നത് +3 കിട്ടി. ഓർ മോഡുലസ് ഓഫ് m ഈസ് മോർ ദാൻ 1, ശരിയല്ലേ? അപ്പോൾ ദിസ് ഒബ്ജക്റ്റ് ഈസ് എൻലാർജ്. സോ ദിസ് ഈസ് വിർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഒബ്ജക്റ്റ്. മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മക്കളെ, ട്രസ്റ്റ് മീ, യു ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം, ഒരു ഷോർട്ട് കട്ട് ഫോമിലുള്ളൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്ന കാര്യം 1/f ഈക്വൽ ടു നമുക്ക് കൊടുക്കുന്ന കാര്യമാണ്. സി 1/f is equal to 1/v plus 1/u ആണ്. ഓർ 1/v നിങ്ങൾക്ക് മിക്കവാറും കാണാൻ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കാണാനാ പറയാം, വിച്ച് ഇസ് 1/f മൈനസ് 1/u, u മൈനസ് f/uf. അഥവാ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം, v എന്ന് പറഞ്ഞാൽ uf/u മൈനസ് f. ഇത്ര പഠിച്ചാൽ മതി. v is equal to
യു എഫ് ബൈ യു മൈനസ് എഫ്. എല്ലാത്തിനും അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. എൽ സി എമ്മോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു മൈനസ് എഫ്. അല്ല മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഈസ് മൈനസ് വി ബൈ യു ഓർ മൈനസ് വാട്ട് ഈസ് വി യു എഫ് ബൈ യു മൈനസ് എഫ് ഹോൾ ഡിവൈഡ് ബൈ യു. ഈ യു വെട്ടിപ്പോയി. അപ്പോൾ മാഗ്നിഫിക്കേഷനും വേറൊരു നല്ലൊരു ഇക്വേഷൻ കിട്ടി. എം ഇസ് ഈക്വൽ ടു എഫ് ബൈ എഫ് മൈനസ് യു. കണ്ടോ? സി അല്ല നിനക്ക് ഇതാ കണ്ടു വെച്ചാലോ യു എഫ് ബൈ യു മൈനസ് എഫ്. മനസ്സിലായോ? സോറി, ദിസ് ഇസ് എം ഇസ് ഈക്വൽ ടു എഫ് മൈനസ് യു, വി ഇസ് ഈക്വൽ ടു യു എഫ് ബൈ യു മൈനസ് എഫ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തിരിഞ്ഞു പോയത് എങ്ങനെയാണ്? ഈ നെഗറ്റീവ് സൈൻ കണ്ടോടാ, ഈ നെഗറ്റീവ് സൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് മൈനസ് യു ആക്കിയതാണ്. അപ്പോൾ അതാണ് യു മൈനസ് എഫ് എന്നുള്ളത് എഫ് മൈനസ് യു ആയത് ഇവിടെ. ഓക്കെ ആണല്ലോ? സോ ആ കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ വോണ്ട് ടു റിപ്പീറ്റ്. പിന്നുള്ളതും സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് നോക്കി നോക്കാം. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ഇമേജ് ക്വസ്റ്റ്യൻ ഐ ഗസ്. A convex mirror of focal length f forms an image which is 1 by n times the object. The distance of the object from the mirror is. നമ്മളോട് ഇവിടെ യു ആണ് ചോദിച്ചത്. ഹിയർ കോൺവെക്സ് മിറർ ആയിട്ട് നമുക്ക് പ്ലസ് എഫ് തന്നെ എടുക്കാം. മാഗ്നിഫിക്കേഷൻ ഈസ് 1 by n ടൈംസ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലസ് 1 by n. ഓക്കെ ആണല്ലോ? കാരണം കോൺവെക്സ് എപ്പോഴും വിർച്വൽ ഇമേജ് ആണല്ലോ തരാം. നമുക്കറിയാം എം ഇസ് ഈക്വൽ ടു എഫ് ബൈ എഫ് മൈനസ് യു. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഇക്വേഷനാണ്. So 1 by n is equal to f by f minus u, or f minus u is equal to nf, or u is equal to f u കൊണ്ട് കൊണ്ടുപോയിട്ട് f minus nf, or u is equal to f into 1 minus n. ശരിയല്ലേ? അല്ലെങ്കിൽ നിനക്ക് പറയാം u is equal to n minus 1 minus n into f. ഓക്കെ ആണല്ലോ? So that is the answer. ഓക്കെ ആണല്ലോ? So that is the answer. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഓഫ് ദ മിറർ നമുക്ക് ആവശ്യമില്ല, കാരണം അതിപ്പോൾ ചോദിക്കാറില്ല. പണ്ട് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് നോട്ട് സീൻ വെരി കോമൺലി. നമുക്കിപ്പോൾ എത്രയും കാര്യമായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്താണ് വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് വെലോസിറ്റി ഓഫ് ദി ഇമേജ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിലൊരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കാണാറുമില്ല. സി ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. Velocity of image with respect to mirror is equal to minus v by u whole square into velocity of object with respect to mirror. പക്ഷേ ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഇക്വേഷൻ പറയാം. വി ഐ മൈനസ് വി എം ഇസ് ഈക്വൽ ടു മൈനസ് എം സ്ക്വയർ ഇൻറ്റു വി സീറോ മൈനസ് വി എം. വി സീറോ മൈനസ് വി എം. ഓക്കെ ആണല്ലോ? സോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ ആണ്? ഇതിനെക്കുറിച്ച് ഇക്വേഷൻസ് ഒന്നും കാര്യമായിട്ട് വരാറില്ല. സോ യു ഡോണ്ട് ഹാവ് ടു റൈറ്റ്. എവിടെയെങ്കിലുമൊക്കെ ഈ ഇക്വേഷൻ കാണുകയാണെങ്കിൽ ജസ്റ്റ് സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. ഓക്കെ ആണ്? ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പവർ ഓഫ് എ മിററാണ്. ഓക്കെ ആണ്? നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു തന്നു കേട്ടോ. ഇഫ് യു ഡിസ്കസ് ഇറ്റ് വിത്ത് മീ, നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. ആസ് ഓഫ് നൗ പ്രീവിയസ് എവിടെയും ഇപ്പോൾ ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സിൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. ഇഫ് യു നീഡ് ഐ വിൽ ഡിസ്കസ്. ഓക്കെ, പവർ ഓഫ് മിറേഴ്സ്. പവർ എന്ന് പറയുന്നത്, സി പവർ ഇസ് നത്തിങ് ബട്ട് ഹൗ ഗുഡ് യു ക്യാൻ സീ യൂസിങ് എ മിറർ. എത്ര നന്നായിട്ട് അല്ലെങ്കിൽ എത്ര വലുതായിട്ടൊരു മിററിനെ ഒരു സാധനം കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് റേനെ എത്ര നന്നായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. സി ഒരാൾ ഇങ്ങനെ ബെൻഡ് ചെയ്തു, ഒരാൾ ഇങ്ങനെ ബെൻഡ് ചെയ്തു, ഒരാൾ ഇങ്ങനെ ബെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദിസ് ഗോട്ട് മോർ പവർ. സോ പവർ ഓഫ് എ മിറർ ഈസ് നത്തിങ് ബട്ട് ദ എബിലിറ്റി ഓഫ് ദ മിറർ ടു ബെൻഡ് ദ ലൈറ്റ് റേ. മനസ്സിലാവിടെ? ഏറ്റവും നന്നായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ആരാണ്? ദേ വിൽ ഹാവ് മോർ പവർ. സോ അതൊന്നും ഓർത്തിരിക്കാം. സോ പവർ പി ഇസ് നത്തിങ് ബട്ട് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. പി ഇസ് ഈക്വൽ ടു -1 by f in meters. In meters. So you can have two type of powers. Either it could be positive. പോസിറ്റീവ് വരണമെങ്കിൽ ഇത് നെഗറ്റീവാണ്, അപ്പോൾ ഇതും നെഗറ്റീവ് ആവണം. അതായത് കൺവേർജിങ്. കോൺകേവ് മിററിനാണല്ലോ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ഉള്ളത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് കൺവേർജിങ് പവർ അല്ലേ? കാരണം എന്താ, അത് തരുന്നത് ഇവരായതുകൊണ്ടാണ്. അതുപോലെ ഇഫ് യു ഗെറ്റ് എ നെഗറ്റീവ് പവർ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
ഡൈവേർജിങ് പവർ. മനസ്സിലായോ? ഇറ്റ് ഈസ് ഡൈവേർജിങ് പവർ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഈ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് പവർ പോസിറ്റീവായി. ഇറ്റ് ഈസ് കൺവേർജിങ്. കണ്ടോ, കൺവേർജിങ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കോൺവെക്സ് മിറർ ഫോക്കൽ ലെങ്ത് പോസിറ്റീവായി, അപ്പോൾ പി ഈസ് ഈക്വൽ ടു -1/f. അപ്പോൾ ഇത് നെഗറ്റീവായി, പവർ ബിക്കംസ് നെഗറ്റീവ്. ഇറ്റ് ഈസ് ഡൈവേർജിങ്. ഓക്കെ ആണല്ലോ, അത് ഓർത്തിരിക്കുക. ഉസുമാക്കി ഫിസിക്സ് 100+ കിട്ടാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, എത്ര ചാപ്റ്റേഴ്സ് മിനിമം പഠിക്കണം? യു ജസ്റ്റ് ലേൺ മാഗ്നറ്റിസത്തിൻ്റെ 2 ചാപ്റ്റർ, AC EMI, EM വേവ്, അതുപോലെ തന്നെ ആറ്റംസ് ന്യൂക്ലിയൈ ഡ്യുവൽ നേച്ചർ, സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ ഓസിലേഷൻസ്, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷനിലെ പ്രൊജക്ടൈൽ മോഷൻ മാറ്റി വെച്ച് പഠിക്കുക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഇഫ് പോസിബിൾ അല്ല നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റിയ സാധനമാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമോ? 100 മാർക്ക് പ്ലസ് കിട്ടും കൺഫേം. മനസ്സിലായോ? ഇത്രയും ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിച്ച് ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ രീതിയിൽ നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് സംവെയർ അറൗണ്ട് 100. ഓക്കെ, 100 ക്രോസ് ചെയ്യണമെങ്കിൽ മേ ബി 1-2 സിമ്പിൾ ഒരു വർക്ക് എനർജി പവറിൻ്റെ 1-2 ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതിയാവും. ബട്ട് വി ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് ഇംപ്രൂവ്മെൻറ്റ് ഫ്രം വാട്ട് യു ഓൾറെഡി ഹാവ്. ഓക്കെ ആണല്ലോ. പിന്നെ എക്സാംസിന് നിങ്ങളോട് ഇനി, അതായത് ഈ വർഷത്തെ നീറ്റിനൊക്കെ സിമ്പിൾ രീതിയിൽ ചോദിച്ച് പറ്റിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഗ്രാഫ്. അതായത് നമുക്കറിയാം 1/f എന്ന് പറയുന്നത് 1/v + 1/u അല്ലേ, ഓർ 1/u ഈസ് ഈക്വൽ ടു -1/u + 1/f. ഇഫ് യു കമ്പയർ y ഈസ് ഈക്വൽ ടു mx + e ആണ്. m എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പാണ്, വിച്ച് ഇസ് നെഗറ്റീവ്. സോ ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് by taking 1/v on y-axis, 1/u on x-axis, what you are going to get is a straight line with a slope 45 degree passing like this. ഇതൊന്ന് കാണാപ്പാടം പഠിച്ചോ മക്കളെ, മിക്കവാറും തടയും. മനസ്സിലായി? ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം തന്നെ വരട്ടെ. മനസ്സിലായല്ലോ? ഇതൊക്കെ വളരെ ഹൈലി പ്രോബബിളായി നിങ്ങളൊന്ന് ചുറ്റിച്ചിടാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓൾസോ വാട്ട് ഹാപ്പൻസ് വിത്ത് കോൺവെക്സ് മിറർ? കോൺവെക്സ് മിററിലാവുമ്പോൾ 1/v ഈക്വൽ ടു -1/u + 1/f ആണ്. പക്ഷേ ഇവിടെ എഫ് പോസിറ്റീവാണ്. ഓക്കെ ആണല്ലോ, എഫ് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇസ് പോസിറ്റീവ് സ്ലോപ്പ്. ഓക്കെ ആണല്ലോ, ഇവിടെ ഒരു പോസിറ്റീവ് സ്ലോപ്പാണ് കിട്ടുക. ഓക്കെ, ജസ്റ്റ് ഇതിനെക്കുറിച്ച് അധികം ഡിഗപ്പ് ചെയ്യാൻ നിൽക്കണ്ട. കോൺകേവ് മിറർ ആണെങ്കിൽ ഇങ്ങനൊരു ഗ്രാഫ്, കോൺവെക്സ് ആണെങ്കിൽ ഇങ്ങനൊരു ഗ്രാഫ്. ഈ 2 മിറേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ വി കംപ്ലീറ്റഡ് ദി എൻറ്റയർ പോർഷൻസ് ഓഫ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ. We are moving into the world of refraction. Okay ആണല്ലോടാ, ഇറ്റ്സ് അറൗണ്ട് 10:20. റിഫ്രാക്ഷൻ കൂടെ ഫിനിഷ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി റിക്വയറിങ് അറൗണ്ട് ഒരു 40 മിനിറ്റ്സ് കൂടെ വേണ്ടി വരും. അറൗണ്ട് ഒരു 2 hours ആവും. അതായത് ക്ലാസ് കഴിയാൻ 10:30 എന്നുള്ളത് 11 മണിയാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ റിഫ്രാക്ഷനും കൂടെ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യും. ഇപ്പോൾ 2 ടോപ്പിക്സ്, പ്ലെയിൻ മിററും റിഫ്ലക്ഷനും കാര്യങ്ങൾ വൃത്തിക്ക് പഠിപ്പിച്ചു. ഇന്നിപ്പോൾ ഞാൻ റിഫ്രാക്ഷനും മോസ്റ്റ് പ്രോബബ്ലി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും കൂടെ പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂളിൽ ലെൻസസ്, പിന്നെ പ്രിസം, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, ഈ 3 ടോപ്പിക്കേ ഉണ്ടാവുള്ളൂ. പക്ക വൃത്തിക്ക് അതും തീർത്തു തരാൻ പറ്റും. സോ ആർ യു റെഡി ടു സിറ്റ് സ്റ്റിൽ ഒരു 40 minutes more so that I can complete the entire topics of refraction and internal reflection also? Okay, so welcome to the world of refraction. റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച സമയത്ത് അവർ എൻറ്റയർ തിങ് വാസ് ലിമിറ്റഡ് ടു വൺ തിങ്. ഒന്നിലിടിക്കുന്നു, അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. വാട്ട് ഇഫ് ദ ലൈറ്റ് ബിക്കെയിം പ്രോഗ്രസീവ്? പുരോഗമന ചിന്താഗതിയിലുള്ള ലൈറ്റ് പറയാണ്, ഇനി ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, പകരം ഞാനിപ്പോൾ എയറിലൂടെ പോവല്ലേ, ഞാൻ വാട്ടറിലേക്ക് പോവല്ലേ, ഞാൻ വാട്ടറിലേക്ക് പോവാണ്. അപ്പോൾ വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ? ഇല്ല, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വരികയാണ് അല്ലേ. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ മീഡിയം. എയർ കൂടെ പോയിരുന്ന ആൾ ഇപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് എത്തിയെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാവുക ലൈറ്റിന്. തിരിച്ചു വന്നിട്ടില്ല, അത് ഉള്ളിലൂടെ കയറിപ്പോയി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് ലൈറ്റ് അങ്ങ് ബെൻഡായി. മനസ്സിലായോ? അതായത് ഇങ്ങനെ വന്ന ആൾ ഒന്ന് ബെൻഡായിപ്പോയി. ആ ബെൻഡിങ് ഓഫ് ലൈറ്റ് when it moves from one medium to another medium is what you call as refraction. മനസ്സിലായോ? That simple thing is what you call as refraction. Refraction അത്ര സിമ്പിളാണ്, simple as that. അപ്പോൾ
അപ്പോൾ നമ്മൾ മനസ്സിലായി. സോ whenever a light is passing from one medium to another medium of different optical density, it bends. It is bending. This bending of light are at the boundary അല്ലേ, അതായത് ഒരു ഇതിന്ന് അടുത്തേക്ക് മാറുന്ന സമയത്താണ് ബെൻഡിങ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നതും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിനെ ആ മീഡിയത്തിലൂടെ എത്രത്തോളം നന്നായി ട്രാവൽ ചെയ്യാൻ സമ്മതിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റാണ് ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സോ ദർ ഈസ് ടു വേ. ഒന്നെങ്കിൽ ഒരു മീഡിയത്തിലൂടെ ലൈറ്റിന് ഫാസ്റ്റർ ദർ ഇസ് നത്തിങ് ലൈക്ക് ഫാസ്റ്റർ, ഇറ്റ് ഈസ് ഓൾവേസ് കമ്പാരിറ്റീവ്. അതായത് മീഡിയം 1 ഉണ്ട്, മീഡിയം 2 ഉണ്ട്. മീഡിയം 1നെ വെച്ച് നോക്കുമ്പോൾ 2ൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഇഫ് ദ മീഡിയം ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ, അപ്പോൾ അവനൊന്നും കൂടെ അയങ്ങിയിരിക്കുകയാണ്, അതായത് അവനൊന്നും കൂടെ സിമ്പിളായിട്ടുള്ള ആളാണ്. ഹി ഈസ് റയറർ മീഡിയം വെൻ കമ്പയർഡ് ടു നമ്പർ 1. കാരണം എപ്പോഴും യു ഷുഡ് ഹാവ് 2 മീഡിയംസ് ടു സേ വിച്ച് വൺ ഈസ് ഡെൻസർ ആൻഡ് വിച്ച് വൺ ഈസ് റയറർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ മീഡിയത്തിൽ മെല്ലെ പോകുന്നു, അതായത് ആരൊക്കെയോ പിടിച്ച് ഡെൻസാക്കി ഭയങ്കര കൺജസ്റ്റഡ് ആക്കി വെച്ചിരിക്കുക ലൈറ്റിനെ. സോ ഇറ്റ് ഈസ് എ ഡെൻസർ മീഡിയം. സോ ഇഫ് യു ഗെറ്റ് 2 മീഡിയം 1, 2, ഒന്നിൽ 2 × 10⁸ സ്പീഡിലാണ് പോകുന്നത്, ഒന്നിൽ 2.5 × 10⁸ സ്പീഡിലാണ് പോകുന്നത്. സോ ഇവിടെ സ്പീഡ് കൂടുതലാണെങ്കിൽ നൗ യു ക്യാൻ സേ മീഡിയം 2 ഈസ് റയറർ വെൻ യു കമ്പയർ വിത്ത് 1. മനസ്സിലായോ? അല്ലെങ്കിൽ യു ക്യാൻ സേ മീഡിയം 1 ഈസ് ഡെൻസർ വെൻ യു കമ്പയർ വിത്ത് 2. ഓൾവേസ് റിമെമ്പർ, ഡെൻസർ ആണോ റയറർ ആണോ എന്നുള്ളത് എപ്പോഴും കമ്പാരിറ്റീവാണ്. തൊട്ടടുത്ത മീഡിയം നോക്കുക, ആ മീഡിയത്തിലുള്ള സ്പീഡ് കൂടുതലാണെങ്കിൽ അത് റയറാണ്, ഞാൻ ഡെൻസറാണ്. അല്ല എൻ്റെതിൽ സ്പീഡ് കുറവും അപ്പുറത്തുള്ള ആളുടെ സ്പീഡ് കൂടുതലുമാണെങ്കിൽ ഐ ആം ദ ഡെൻസർ വൺ ആൻഡ് ദാറ്റ് ഗായ് ഇസ് ദ റയറർ വൺ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ള കാര്യം തെറ്റിക്കില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെ മെഷർ ചെയ്യും? ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതും കറക്റ്റ് വാല്യൂ അറിയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ മ്യൂ എന്നുള്ളൊരു ഇത് വെച്ചാണ് ഇത് എടുക്കുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ മ്യൂ കൂടുന്നു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറയുന്നു എന്നുള്ളതാണ് അർത്ഥം. അത് ഒപ്റ്റിക്കലി ഡെൻസ് മീഡിയ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് മെയിൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം, ബെൻഡിങ് ഓഫ് ലൈറ്റ്. ശ്രദ്ധിക്കുക, ഐഡിയലി വെൻ എ ലൈറ്റ് ട്രാവൽസ് ഇറ്റ് ട്രാവൽസ് ലൈക്ക് ദിസ്. പക്ഷേ വെൻ യു ഇൻ്റർഫിയർ ഇറ്റ് വിത്ത് എ മീഡിയ, നീ കൊടുക്കുന്ന ലൈറ്റ് ഒന്നെങ്കിൽ ആ നോർമൽ വരച്ചാൽ ഒന്നെങ്കിൽ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ സെയിം ലൈറ്റ് ദൂരേക്ക് പോവാം. കണ്ടോ, ഈ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്, ഈ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലാണ്. ശ്രദ്ധിക്കാം, അടുത്തേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പുഷിങ്ങിൽ രണ്ട് സൈഡിൽ നിന്നും പുഷ് ചെയ്യണം. അപ്പോൾ പുഷ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർ വേണം, ഭയങ്കര ഡെൻസ് ആയിരിക്കണം. സോ ദിസ് ഇസ് ഇറ്റ്. വെൻ എ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ റയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദി നോർമൽ. മനസ്സിലായോ? ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദി നോർമൽ. അല്ല, ഇഫ് ദ ലൈറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം ഡെൻസർ ടു എ റയറർ മീഡിയം, ഭയങ്കര തിങ്ങിപ്പിടിച്ച ആൾക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തു, ഇറ്റ് മൂവ്സ് എവേ. സോ ദാറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ μ2 മോർ ദാൻ μ1 ആണെങ്കിൽ μ2 ഈസ് ഡെൻസർ, അപ്പോൾ ഇറ്റ് വിൽ കം നിയർ. അല്ല, μ1 മോർ ദാൻ μ2 ആണെങ്കിൽ μ1 ഈസ് ഡെൻസർ, അപ്പോൾ ഇറ്റ് വിൽ മൂവ് എവേ. മനസ്സിലായോ? ഈ ബെൻഡിങ് നിങ്ങൾ എന്തായാലും കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. മനസ്സിലായല്ലോ? കാരണം ബെൻഡിങ് നടക്കാത്ത രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, നോർമലായിട്ട് വരികയാണ്, കാരണം ആംഗിൾ ഓഫ് ഐയും ഇല്ല, എല്ലാം 0 ആണ്, അപ്പോൾ നേരെ കുത്തനെ അങ്ങ് കയറിപ്പോവും. കാരണം ബെൻഡിങ്ങിനൊരു ചാൻസ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ രണ്ടും സെയിം ആണെങ്കിൽ, ഇപ്പോൾ 2 മീഡിയം എടുത്തു, ഡിഫറെൻറ്റ് മീഡിയംസ് ലബോറട്ടറിയിൽ ഉണ്ടാക്കിയ സമയത്ത് രണ്ടെണ്ണത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വലായി. എന്നാൽ രണ്ടും 2 മീഡിയമാണ് എങ്കിൽ പോലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമുക്കറിയാം
ഒരെണ്ണത്തിൻ്റെ ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1 ഫോർ എ മീഡിയം ഈസ് c/v1. ഫോർ mu2 ഇറ്റ് ഈസ് c/v2. ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, ഈ mu2നെ mu1 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. സോ c/v2 ബൈ c/v1 വെട്ടിപ്പോയാൽ v1 മുകളിലേക്ക് വന്ന് v1/v2 കിട്ടി. അഥവാ വാട്ട് യു ഡിഡ് ഈസ് mu2 ബൈ mu1 അല്ലേ. അതായത് എന്താ നമുക്ക് എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 അല്ലെങ്കിൽ mu21 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ദാറ്റ് ഈസ് mu2 ബൈ mu1, ദാറ്റ് ഈസ് v1/v2. പക്ഷെ നമുക്കറിയാം v is equal to ന്യൂ ലാംഡ അല്ലേ, ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ, ന്യൂ λ1 ബൈ ന്യൂ λ2. ഫ്രീക്വൻസി സെയിം ആയിരിക്കും. സോ ദാറ്റ് ഈസ് λ1 ബൈ λ2. സോ ഐ ആം കംപ്ലീറ്റിംഗ് ദിസ് ഇക്വേഷൻ ഹിയർ ഫോർ യു. mu12 അഥവാ mu21 is equal to mu2 by mu1, that is equal to v1 by v2, that is equal to λ1 by λ2. ഒരിക്കലും ഇനി ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾ തെറ്റിക്കരുത്. സോ ദിസ് ഇസ് മീഡിയം 1, ദിസ് ഇസ് മീഡിയം 2, v1 ഇവിടെ, λ1 ഇവിടെ, v2 ഇവിടെ, λ2 ഇവിടെ, ഫ്രീക്വൻസി സെയിം ആണ്. ദിസ് ഇസ് mu1, ദിസ് ഇസ് mu2, ആൻഡ് ദിസ് ഇസ് ദി ആൻസർ വിച്ച് യു ആർ ഗോയിങ് ടു ഗെറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി a light of wavelength 6000 angstrom in air enters a medium with refractive index 1.5. So ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ വേവ് ലെങ്ത് ഇൻ എയർ ഈസ് 6000 angstrom. ഓക്കെ ആണല്ലോ, ഓക്കെ. ആൻഡ് എൻറ്റേഴ്സ് എ മീഡിയം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് എപ്പോഴും തരിക, ദാറ്റ് ഈസ് 1.5. അല്ലെങ്കിൽ അവർ പറയും എൻറ്റേഴ്സ് എ മീഡിയം ഓഫ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആണ്. സോ ഫ്രീക്വൻസി ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ഇസ് ഈക്വൽ ടു refractive index of medium by refractive index of air, that is velocity in air by velocity in medium, that is lambda in air by lambda in medium. നമ്മൾ ഇപ്പോൾ ചെയ്ത ഇക്വേഷൻ. or you can write ma is equal to lambda a by lambda m. so 1.5 is equal to, ഇവിടെ lambda a is 6000 by lambda m, or lambda m is equal to 6000 by 1.5. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീറം ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് 4000 ആങ്സ്ട്രോം. അപ്പോൾ നമുക്കങ്ങനെ വേവ് ലെങ്ത് കിട്ടി 4000 ആങ്സ്ട്രോം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഓഫ് മീഡിയം വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് എയർ. നമുക്കറിയാം സി ഓഫ് എയർ ഈസ് ഓൾമോസ്റ്റ് 3 × 10⁸. ഓൾറെഡി അവർ ലാംഡ വന്നിട്ടുണ്ട്, അത് 6000 ആണ്. സോ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ, വെർ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. സോ ന്യൂ ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. സോ വി എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. ബൈ ലാംഡ കാണാൻ 6000 × 10⁻⁻10 ആണ്. സോ അത് നോക്കാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 1.33. വാട്ട് വിൽ ബി ദ സ്പീഡ് ഇൻ വാട്ടർ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ വാട്ടർ അല്ലേ, കറക്റ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ വാട്ടർ എന്ന് കറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ ടേക്ക് ദി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് 1.33. ഓർ 1.33 is nothing but c by velocity in water. Velocity in water is 3 × 10⁸ by 1.33. That is 2.25 × 10⁸ meter per second. Okay ആണല്ലോ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ അതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. സോ ലോസ് ഓഫ് റിഫ്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ റോസ് ആണുള്ളത്? സർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഐ തിങ്ക് ആദ്യത്തെ ഐ ടേക്ക് എ സെപ്പറേറ്റ് ക്ലാസ് ഫോർ പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് എല്ലാവർക്കും
പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒട്ടും ഒരു ഐഡിയ അല്ല കേട്ടെ അല്ലേ, നിങ്ങൾക്ക് വെർണിയർ കാലിപ്പേഴ്സും സാധനങ്ങളൊക്കെ. സോ അതെല്ലാം കൂടെ കൂട്ടി ഞാനിനൊരു വേറെ ക്ലാസ് ആക്കി എടുക്കേണ്ടി വരുമോ നോക്കട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അങ്ങനെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ മേ ബി ഐ കൺസിഡർ ടേക്കിംഗ് എ ക്ലാസ്, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എല്ലാ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ കൂട്ടി ചോദിക്കാൻ സാധാരണ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു ക്ലാസ് എടുക്കണമെങ്കിൽ ലെറ്റ് മീ തിങ്ക് ഓഫ് ഇറ്റ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു തരാം കേട്ടോ. നോക്കട്ടെ. സർ പി ബ്ലോക്ക് എടുക്കാം. യൂഷ്വലി ഇൻഓർഗാനിക് ഞാൻ തന്നെ എടുക്കാറ്. സോ ഇത് കഴിഞ്ഞാൽ ഐ ബി മൂവിങ് ഇൻ ടു പി ബ്ലോക്ക് ഓൾസോ കേട്ടോ. എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ? സിമ്പിളാണ്, നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, എല്ലാവരും ഒരൊറ്റ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അതുപോലെ സ്നെൽസ് ലോ. എന്താണ് സ്നെൽസ് ലോ പറയുന്നത്? ശ്രദ്ധിക്കാം. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇവിടെ കാര്യം, ശ്രദ്ധിക്കാം. സോ ദിസ് ഇസ് മീഡിയം 1 ആൻഡ് ദിസ് ഇസ് മീഡിയം 2. സോ ഫസ്റ്റ് വണ്ണിൽ സൈൻ I1 ആണ് ഇത്, ദിസ് ഇസ് സൈൻ R1. രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറി, സൈൻ I2 ആയി ഇവിടെ, അപ്പോൾ സൈൻ R2 ആയി ഇവിടെ. അടുത്തത് ഇവിടെ സൈൻ I3 ആയി, അപ്പോൾ ഇവിടെ സൈൻ R3 ആയി. ഇതെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, ശ്രദ്ധിക്കാം, 1ൽ നിന്ന് 2ലേക്ക് കയറുകയാണ്. സോ ഇറ്റ് ഈസ് 1ൽ നിന്ന് 2ലേക്ക്. സി μ1 എന്ന് പറഞ്ഞാൽ ഇതൊന്നും നിനക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ അറിയോടാ, റേസ് എൻട്രിങ് ഫ്രം 1 to 2. അഥവാ യു ആർ ലുക്കിംഗ് അറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. ഇത് എപ്പോഴും മനസ്സിലാക്കണം. μ12 എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 2ലേക്ക് കയറുന്നു എന്ന അർത്ഥം. അഥവാ അത് ഇക്വേഷൻ ആക്കുമ്പോൾ ഇറ്റ് ഈസ് μ2/μ1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. ഓക്കെ ആണ്, ഇതൊരിക്കലും തെറ്റിക്കരുത്. അഥവാ നിനക്ക് പറയാം എന്ത്, സൈൻ I ബൈ സൈൻ R ഇസ് ഈക്വൽ ടു μ2/μ1. അഥവാ μ1 സൈൻ I ഇസ് ഈക്വൽ ടു μ2 സൈൻ R. അഥവാ വാട്ട് യു ക്യാൻ സേ, mu sin I വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ, mu sin I വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. സോ ഫൈൻഡ് ആംഗിൾ ഓഫ് തീറ്റ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, ഇവിടെ എങ്ങനെ ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് നോക്കാം, mu വാട്ടർ സൈൻ 37 ഈക്വൽ ടു mu എയർ സൈൻ തീറ്റ. mu വാട്ടർ ഈസ് 4/3 തന്നിട്ടുണ്ട്. സൈൻ 37ൻ്റെ വാല്യൂ 3/4. ഇതറിയാത്തവർ ശ്രദ്ധിക്കുക. ഇത് തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് 5 ആണെങ്കിൽ ദിസ് ഇസ് പൈതഗോറസ് ട്രയാങ്കിൾ 3, 4, 5. അപ്പോൾ ഇതിൽ സൈൻ തീറ്റ വിൽ ബി 3/5, കോസ് തീറ്റ വിൽ ബി 4/5, ടാൻ തീറ്റ വിൽ ബി 3/4. ഇത് ഒരിക്കലും ഒരു കുട്ടി എന്നോട് ഇനി ചോദിക്കരുത്. ഇത് ഭയങ്കര ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു ട്രയാങ്കിളാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു mu ഓഫ് എയർ, എയറിൻ്റെ 1 ആണ്, 1 ഇൻറ്റു സൈൻ തീറ്റ, 3 വെട്ടിപ്പോയി. സോ 4/5 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. 4/5 സൈൻ തീറ്റ ആണെങ്കിൽ, സി ഇത് തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസ് 4, ദിസ് ഈസ് 5. സോ ഇത് 37 ആണ്, സൈൻ 37 ആണ് ഞാൻ ഇങ്ങനെ വരച്ച്. സോ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 37, ഇത് 90 ആണെങ്കിൽ ദിസ് ഈസ് നത്തിങ് ബട്ട് 53 ഡിഗ്രി. അഥവാ ഇതൊരു ഡിഫാൾട്ട് വാല്യൂ ആണ്. സി 37 സൈൻ 37 ഈസ് 3/5 എന്നും അതുപോലെ സൈൻ 53 ഈസ് 4/5 എന്നുള്ളതും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഈ ട്രയാങ്കിൾ എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരാറുണ്ട്. മനസ്സിലായോ? സംവെയർ ഇൻ ദ യൂണിവേഴ്സ് യു വിൽ ബി ബെനിഫിറ്റഡ് വിത്ത് ദിസ്. ഓക്കെ ആണല്ലോ. പിന്നെ അതാണ് ഡീവിയേഷൻ ഓഫ് റേ ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ. സോ ഐഡിയലി ഇതിങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷേ അത് റിഫ്രാക്റ്റായി പോയില്ല. സോ ഇത് മൊത്തം I ആണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? സിമ്പിളാണ്, ഐയിൽ നിന്ന് ആ 6 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡിഫ്ലക്റ്റായി ഡീവിയേറ്റ് ആയി പോയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഡീവിയേഷൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മീഡിയം അല്ലേ, mu മീഡിയാണ്. സോ mu മീഡിയം സൈൻ R ഈസ് ഈക്വൽ ടു mu എയർ സൈൻ 60 ആണ്. സോ ദിസ് ഈസ് mu മീഡിയം √3 ഇൻറ്റു സൈൻ R ഈസ് ഈക്വൽ ടു mu A ഈസ് 1, സൈൻ 60 ഈസ് √3/2, √3 വിട്ട് പോയി. അപ്പോൾ സൈൻ R ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ R ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, കാരണം സൈൻ 30 ആണ് 1/2. സോ ദിസ് ഈസ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് I മൈനസ് R മോഡുലസ്. സോ ദാറ്റ് ഈസ് 60 മൈനസ് 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യനിന് നിങ്ങളുടെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ ഡീവിയേഷനും എത്ര ഡീവിയേറ്റ് ആയി എന്നുള്ളതും കൂടെ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഓക്കെ ആണല്ലോ, ഫൈൻ.
സോ ആ കാര്യങ്ങളൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസിക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ള കാര്യം കഴിഞ്ഞു. ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് തലവേദന ഓഫ് ദ ഡേ വിച്ച് ഇസ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത്. ഈ റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും ഒരുപാട് പേർക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷനാണ്. ഞാൻ വിചാരിക്കുന്നത് അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് എത്ര സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് ഈ റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കാം, ഈ റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും ഒക്കെ ഉണ്ടാവാനുള്ള ബേസിക് തോട്ട് എന്താ? സി, ലെറ്റ്സ് കൺസിഡർ എ മീൻ ഇൻ എ വെള്ളം. സോ ദിസ് ഈസ് യുവർ വെള്ളം and you are trying to find a mean. This is a mean. ഇനി ഈ മീനിനെ നിങ്ങൾ നോക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ മീൻ ഇവിടെ തന്നെയാണ്, കാരണം there is no refraction taking place. ഇനി വേറെ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു റേ വരും. ഓക്കെ, സോ ദിസ് ഇസ് ഡെൻസർ, ദിസ് ഇസ് റെയറർ. സോ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദി നോർമൽ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ ഇയാൾ കാണുന്നത് ശരിക്കും ഇത് ബാക്കിലേക്ക് പോയിട്ട് ഇവിടെയുള്ള ഒരു വിർച്വൽ മീനിനെ ആയിരിക്കും ഇവർ കാണുന്നുണ്ടാവുക. മനസ്സിലായോ? അതായത് താഴെ ഉണ്ടായിരുന്ന മീന് കുറച്ചുകൂടെ മുകളിൽ പൊന്തിയിരിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുക. മനസ്സിലായോടാ? സോ ഇവിടെ ഇപ്പോൾ ഞാനൊരു കാക്കയാണ് ഇത് കാണുന്നത്. സോ കാക്ക ഈസ് ദി ഒബ്സർവർ ഹിയർ ആൻഡ് ഫിഷ് ഉണ്ട് ഇവിടെ. ഫിഷ് എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. സോ ഇവിടെ കാക്കയുള്ളത് റെയറിലാണ്, ഫിഷ് ഉള്ളത് ഡെൻസറിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത് ഡെൻസർ മീഡിയത്തിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. നമ്മുടെ ഒബ്സർവർ അതായത് കാക്കയുള്ളത് റെയർ മീഡിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇതിലെ ടോട്ടൽ ഡെപ്ത് ഡി ആണ്. അതായത് ഈ ഫിഷിൻ്റെ എപ്പോഴും മനസ്സിലാക്കുക, ഡെപ്ത് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ സർഫസ്. മുകളിൽ നിന്ന് താഴേക്ക് മെഷർ ചെയ്യുമ്പോൾ ഡി ആണ്. ഇനി ഈ ഫിഷിൻ്റെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഡി ഡാഷ്. അതായത് ഇപ്പോൾ അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് ഡി ഡാഷ്. ഈ ഡി ഡാഷ് ആണ് നമുക്കറിയേണ്ടത് എത്ര മുകളിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ മ്യൂ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ മ്യൂ. ഓക്കെ ആണല്ലോ? സോ ഹിയർ ഡി എന്ന് പറയുന്നതാണ് റിയൽ ഡെപ്ത്, ഡി പ്രൈം എന്ന് പറയുന്നതാണ് അപ്പാരൻറ്റ് ഡെപ്ത്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന കാര്യം, വാട്ട് ഈസ് ദ ഷിഫ്റ്റ്? ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഡി മൈനസ് ഡി പ്രൈം ആണ്. അതായത് ടോട്ടൽ ഡി ആണ്, അതിന് എത്ര മുകളിലേക്ക് മാറിയാണ് കാണുന്നത്? ഡി മൈനസ് ഡി പ്രൈം. ദാറ്റ് ഈസ് ഡി മൈനസ് ഡി പ്രൈം ഈസ് ഡി ബൈ മ്യൂ ഓർ ഡി ഇൻറ്റു 1 മൈനസ് 1 ബൈ മ്യൂ. അഥവാ ഷിഫ്റ്റ് എത്ര ഷിഫ്റ്റായി അതിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഡി ഇൻറ്റു 1 മൈനസ് 1 ബൈ മ്യൂ ആണ്. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന 99% കേസുകളും ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഓൺലി. എന്നാൽ നിങ്ങൾക്ക് അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ ദിസ് 1% ക്യാൻ അപ്ലൈ. 1% എന്ന് പറയുന്നത് നേരെ തിരിയും. യു ഹാവ് വാട്ടർ, യു ഹാവ് ഫിഷ് ഇൻസൈഡ് ഇറ്റ് ആൻഡ് ഇവിടെ ഫോർ യുവർ സർപ്രൈസ് ഈ ഫിഷ് മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കാക്കയുള്ളത്. ഈ കാക്കയുടെ എന്ത് പറ്റും? കാക്ക കുറച്ചുകൂടെ താഴെ ഇരിക്കട്ടെ, അതാണ് നമുക്ക് നല്ലത്. ഇവിടെ സോ ഇവിടുന്ന് കാക്കടത് ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി, ദിസ് ഇസ് ഡെൻസർ അല്ലേ? അപ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. അപ്പോൾ ഈ ഫിഷ് ഇവിടുന്ന് നോക്കുമ്പോൾ നൗ യു ഹാവ് ടു എക്സ്റ്റെൻഡ് ഇറ്റ് ബാക്ക്വേർഡ്സ്. ഫിഷിനിത് കുറച്ച് മുകളിലേക്ക് പോയ പോലെ തോന്നാം. മനസ്സിലായോ? കുറച്ചുകൂടെ മുകളിലുള്ള പോലെ തോന്നും. മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ അത് തന്നെ സംഭവിച്ചത്, മുകളിലേക്കാണ്. ഇതും മുകളിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ ഇവിടെയാണ് ശരിക്കും ഒബ്ജക്റ്റ് ഉള്ളത്, ഇവിടെ നമുക്ക് അപ്പാരൻറ്റ് കിട്ടി. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് ഈസ് ദി റിയൽ ഡെപ്ത്, ദിസ് ഈസ് ദി അപ്പാരൻറ്റ് ഡെപ്ത്. സിമ്പിളാണ് ഇവിടെ കാര്യം. ഇവിടെ അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് മ്യൂ ഇൻറ്റു ഡി, മറ്റൊരുത്ത അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് ഡി ബൈ മ്യൂ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അധികം കൺസെപ്റ്റാക്കി അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് മാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് എന്തായിരിക്കും? ഷിഫ്റ്റ് വിൽ ബി ഡി പ്രൈം മൈനസ് ഡി, കാരണം ഇവിടെ ഡി പ്രൈം ആണ് കൂടുതൽ അല്ലേ? സോ ദാറ്റ് ഈസ് മ്യൂ ഡി മൈനസ് ഡി ഓർ ഡി ഇൻറ്റു മ്യൂ മൈനസ് 1. മനസ്സിലാക്കുക, ദിസ് ഈസ് ഓൺലി എ 1% ചാൻസ്. വളരെ റയറായിട്ടേ ചോദിക്കാറുള്ളൂ. ചോദിച്ചാൽ യു ആർ സപ്പോസ് ടു ആൻസർ ദിസ്. ഓക്കെ ആണല്ലോ? ഫൈൻ.
അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം എല്ലാം കൂടെ ഒരു ക്വസ്റ്റൻ ആയാലോ? ഹൗ വിൽ ഇറ്റ് ബി? ശ്രദ്ധിക്കാം, ഫിഗർ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിച്ചേ. 36 മീറ്റർ മുകളിൽ കിളിയുണ്ട്, 36 മീറ്റർ താഴെ ഒരു ഫിഷും ഉണ്ട്. വാട്ട് ഈസ് ദ അപ്പാരൻറ്റ് ഡെപ്ത് ഓഫ് ദ ഫിഷ്? അപ്പാരൻറ്റ് ഡെപ്ത് ഡി പ്രൈം ഇസ് ഈക്വൽ ടു ഡി ബൈ മ്യൂ ആണ്. കാരണം ഫിഷ് ചോട്ടിലാണ്, ഡി ബൈ മ്യൂ ആണ്. മറ്റോടത്താണ് ഡി മ്യൂ വരിക. സോ ദിസ് ഇസ് 36 ബൈ, ഇവിടെ എത്രയാണ്? വെള്ളത്തിൻ്റെ 4/3 ആണ്. ദിസ് ഇസ് 9 ഇൻറ്റു 3 ആണ്. സോ ദാറ്റ് ഈസ് 27 മീറ്റർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡൺ. അടുത്തത്, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് വിൽ ദ ഫിഷ് അപ്പിയർ ടു ദ ബേർഡ്? സി, ഫിഷിന് എത്ര ഡിസ്റ്റൻസ്, അതായത് ബേർഡിന് എത്ര ഡിസ്റ്റൻസിലാണ് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാക്കിയേ? അപ്പോൾ ഇവനെങ്ങനെ തോന്നുക? മനസ്സിലാക്കി, ഇവൻ മുകളിലായിരിക്കുന്നത്, ഇവന് 36 മീറ്റർ ഉണ്ട്, പ്ലസ് ശരിക്കും ഇത് 36 മീറ്റർ കൂടെ താഴ്ചയിലാണുള്ളത്. പക്ഷേ ഡ്യൂ ടു അപ്പാരൻറ്റ് ഡെപ്ത് ഇത് മുകളിൽ 27 മീറ്റർ താഴെ ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ മൊത്തം എത്രയാണ് വരിക? 36 + 27, 63 മീറ്ററിലുള്ള പോലെയാണ് ആ ബേർഡിന് തോന്നുക. അടുത്താണ്, വാട്ട് ഈസ് അപ്പാരൻറ്റ് ഹൈറ്റ് ഓഫ് ദ ബേർഡ്? അപ്പാരൻറ്റ് ഹൈറ്റ് ഓഫ് ദ ബേർഡ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഡി പ്രൈം ഇസ് ഈക്വൽ ടു മ്യൂ ഡി, ദാറ്റ് ഈസ് 4/3 ഇൻറ്റു 36, ദാറ്റ് ഈസ് ഈക്വൽ ടു 48 മീറ്റർ. അതായത് ഇവിടെ ഇരിക്കുന്ന ബേർഡ് ഒന്നും കൂടെ കയറി 48 മീറ്ററിലുള്ള പോലെയാണ് തോന്നുക. മനസ്സിലായല്ലോ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ഈ ഫിഷിന് എത്ര ദൂരത്തിലുള്ള പോലെ തോന്നുക? ഫിഷിന് ഈ 36 മീറ്ററും പ്ലസ് 36 പകരം ഒരു 48 മീറ്ററിൻ്റെ അപ്പാരൻറ്റ് ഡെപ്തും അല്ലേ, ഹൈറ്റ്. അപ്പോൾ 36 + 48, അപ്പോൾ അതിനൊരു 84 മീറ്റർ പോലെയാണ് തോന്നുക. മനസ്സിലായ? ഒരു 84 മീറ്റർ പോലെയാണ് തോന്നുക. ഇതാണ് റിയൽ ഡെപ്തും അപ്പാരൻറ്റ് ഡെപ്തും ഇൻ വൺ സിംഗിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഈ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ ആണല്ലോ? ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ളത്, ഒരു പ്രിൻറ്റഡ് പേജ്. ഒരു പേജ് ഇവിടെ ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്ലാസ് ക്യൂബ് വെച്ചു, അതിൻ്റെ മ്യൂ ഇസ് ഈക്വൽ ടു 1.5. ഓക്കെ ആണല്ലോ? അതിൻ്റെ എഡ്ജ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതിങ്ങനെ വെച്ച് മുകളിലൂടെ നോക്കുമ്പോൾ ലെറ്റേഴ്സ് ഇങ്ങനെ വലുതായി കാണുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ല. സോ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് നോക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ലുക്കിംഗ് ഫ്രം എ ഡെൻസർ, യു ആർ ഫ്രം എ റെയർ മീഡിയം. സോ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഡി പ്രൈം ഈസ് ഈക്വൽ ടു ഡി ബൈ മ്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/1.5, 6/15, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അഥവാ ഇവിടെ ഇരിക്കുന്ന സാധനത്തിനെ 4 സെൻറ്റിമീറ്റർ മുകളിലേക്കാക്കിയിട്ടാണ് കാണാം അല്ലേ? അപ്പോൾ മൊത്തം 6 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ തിക്നെസ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ കയറും. അപ്പോൾ നിങ്ങൾക്ക് എത്രയിലാണ് കാണുക? 6 - 4 അഥവാ 2 സെൻറ്റിമീറ്റർ മുകളിലായിട്ടായിരിക്കും കാണുക. ശരിയല്ലേ? 2 സെൻറ്റിമീറ്റർ മുകളിലായിട്ടായിരിക്കും കാണുക. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എ മൈക്രോസ്കോപ്പ് ഈസ് ഫോക്കസ്ഡ് ഓൺ എ മാർക്ക് ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ദെൻ എ സ്ലാബ് ഓഫ് ഗ്ലാസ് ഓഫ് തിക്നെസ് 3 centimeter is and refractive index 1.5 is placed over the mark. How should the microscope be moved to get the mark in focus again? ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നോക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഷിഫ്റ്റിനെ നമ്മൾ നോക്കിയാൽ മതി. എത്രയാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അത്രയും നമ്മൾ മൈക്രോസ്കോപ്പ് മുകളിലേക്ക് നീക്കണം. സോ വാട്ട് ഈസ് ദ ഷിഫ്റ്റ് ഹിയർ? വി ആർ ലുക്കിംഗ് ഫ്രം എ റെയർ മീഡിയം. സോ ഷിഫ്റ്റ് ഈസ് ഡി ഇൻറ്റു 1 - 1/μ. ശരിയല്ലേ? നമ്മൾ റെയർ മീഡിയത്തിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ എത്രയും ഷിഫ്റ്റ്? 3 × 1 - 1/15, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 14/15, 5. ദാറ്റ് ഈസ് ഈക്വൽ ടു റഫ്ലി എന്താണ്? സോറി, മ്യൂ എത്രയാ? 1.5 അല്ലേ? സോറി, അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ 0.5/1.5. സോ ദാറ്റ് ഈസ് 0.5. ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് നമ്മൾ ഈ സ്ലാബ് അങ്ങ് വെക്കുന്നതോടുകൂടി ഇതിൻ്റെ അപ്പാരൻറ്റ് ഡെപ്ത് 1 സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേ ഷിഫ്റ്റ് നമ്മൾ മൈക്രോസ്കോപ്പിൽ മുകളിലേക്ക് നടത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം യു ഹാവ് ടു ഷിഫ്റ്റ് ഇറ്റ് 1 സെൻറ്റിമീറ്റർ അപ്വേർഡ്. 1 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് നീക്കിക്കോ, പ്രശ്നം കഴിഞ്ഞു. മനസ്സിലായോ? ഇഫ് യു ഷിഫ്റ്റ് ദിസ് 1 സെൻറ്റിമീറ്റർ അപ്വേർഡ്സ് ഓൾ യുവർ പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ്. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തൊരു ടൈപ്പാണ് ഒരു എയർ ബബിൾ ക്വസ്റ്റ്യൻ. അതായത് an air bubble inside a glass slab. ഒരു ഗ്ലാസ് സ്ലാബ് ഉണ്ട്, അതിൻ്റെ മ്യൂ 1.5 ആണ് തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ മാറി ഇവിടെയാണ് ആ ഒബ്ജക്റ്റ് കിട്ടുന്നത്.
അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്ന് മാറുമ്പോൾ 4 സെൻറ്റിമീറ്റർ മാറി ഇവിടെയാണ് ഒബ്ജക്റ്റ് കിട്ടുന്നത്. സോ ദിസ് ഇസ് എക്സ് എന്ന് വിചാരിക്കുക ആൻഡ് ദിസ് ഇസ് വൈ എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കാം. സോ ഈ സൈഡിൽ നിന്ന് അതായത് ഈ 6 സെൻറ്റിമീറ്റർ കാണുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി അപ്പാരൻറ്റ് അല്ലേ, 2 സൈഡിൽ അപ്പാരൻ്റാണ് കാണുന്നത്. നമ്മൾ കുറച്ച് തിക്നെസ്സാണ്. അപ്പോൾ 2 ആക്ച്വൽ കണ്ടു കഴിഞ്ഞാൽ അത് 2 കൂടെ കൂട്ടിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അപ്പാരൻ്റ് ഈസ് ഡി ബൈ മ്യൂ, ഓർ ഇവിടെ അപ്പാരൻ്റ് തന്നിട്ടുള്ളത്. സോ 6 is equal to എക്സ് ബൈ 1.5. എക്സ് is equal to 6 into 1.5 ദാറ്റ് ഈസ് 9. അപ്പോൾ ഇവിടെ 9 സെൻറ്റിമീറ്ററാണ് ആക്ച്വൽ ലെങ്ത് ഉള്ളത്. ഇവിടെയോ ഡി പ്രൈം ഈക്വൽ ടു ഡി ബൈ മ്യൂ, ഓർ 4 is equal to വൈ ബൈ 1.5. വൈ is equal to 6. അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ തിക്നെസ്? 9 plus 6 നത്തിങ് ബട്ട് 15 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? 9 plus 6 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം, ഈ അപ്പാരൻറ്റ് ഡെപ്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അത് നമുക്ക് ആവശ്യമില്ല, അത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇപ്പോൾ നിങ്ങളോട് പറയാണ് 3 ലിക്വിഡ് ഉണ്ട്, 3ഉം D1 D2 D3 ഡെപ്തിൽ നിറച്ചിട്ടുണ്ട്, μ1 μ2 μ3. നിങ്ങളോട് വെച്ചോ വാട്ട് ഈസ് ദി ടോട്ടൽ അപ്പാരൻറ്റ് ഡെപ്ത് ഹിയർ? ഇറ്റ് ഈസ് D1 by μ1 പ്ലസ് D2 by μ2 പ്ലസ് D3 by μ3. 3ഉം കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ? അതിലൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഒരു ഫ്ലൂയിഡ്, 9 സെൻറ്റിമീറ്റർ ഒരു ഫ്ലൂയിഡ്, 8 സെൻറ്റിമീറ്റർ ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡി അപ്പാരൻറ്റ് കാണുമ്പോൾ D1 by μ1 പ്ലസ് D2 by μ2 പ്ലസ് D3 by μ3 ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ D1ൻ്റെ വാല്യൂ ഇവിടെ 8 ആണ്, μ1ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടോ 4/3 3/2 ഇത് 3ഉം തന്നിട്ടുണ്ട്. അപ്പോൾ 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗെറ്റ് ദി ആൻസർ. ഓക്കെ ആണ്, യു വിൽ ബി ഗെറ്റിംഗ് എസ് 14 സെൻറ്റിമീറ്റർ. ജസ്റ്റ് ആ ഒരു ടൈപ്പ് ഒന്നും ഇപ്പോൾ ചോദിച്ച് കാണാറില്ല, അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടിക്കാത്തത്. മനസ്സിലായി? ഇങ്ങനത്തെ ഒരു ടൈപ്പ് കൂടെ ചോദിക്കാം എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പിന്നെ ഷിഫ്റ്റ് ത്രൂ ഗ്ലാസ് സ്ലാബ് എന്നൊരു ടോപ്പിക്കാണ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ഞാൻ പറയാം റിഫ്രാക്ഷൻ കാരണം ഇങ്ങനെ പോയി ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇവിടെ എവിടെയോ ആയിട്ടായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. ദാറ്റ് ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു ടി വിച്ച് ഈസ് ദ തിക്നെസ് ഓഫ് ദ സ്ലാബ് ഇൻറ്റു 1 minus 1 by μ, where μ is the refractive index of the slab. ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് അങ്ങ് അതേപോലെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, സോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ഫൈനൽ ഇമേജസ് സീൻ ബൈ ഐ. അതായത് ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വെച്ചു, ദിസ് μ is equal to 1.5. ദിസ് ഇസ് എയർ, ദിസ് ഇസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് 10 സെൻറ്റിമീറ്റർ മാറിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റും? ഹിയർ ഷിഫ്റ്റ് ടി ഇൻറ്റു 1 minus 1 by μ ആയിരിക്കും. 15 into 1 minus 1 by 0.5, 15 into 0.5 by 1.5, 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അഥവാ ഇവിടെ 10 സെൻറ്റിമീറ്ററിൽ ഇരിക്കുന്നത്, ഇവിടുന്ന് ഷിഫ്റ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ മാറി ഇവിടെയായിരിക്കും ഒബ്ജക്റ്റ് കിട്ടുക. അതായത് ഈ സ്ലാബിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ മാറി ഈ പൊസിഷനിലായിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ? ഫൈൻ. പിന്നെയുള്ളൊരു ചെറിയൊരു ടോപ്പിക്ക് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ എ ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ കാരണം ഇതാണ്. ഇപ്പോൾ ദിസ് ഇസ് എ ഗ്ലാസ് സ്ലാബ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ലൈറ്റ് റേ വന്നത് ഇങ്ങനെ പോവാണ്, നമ്മുടെ തട്ടി ഇങ്ങനെ പോകുന്നത്. സോ വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? ദിസ് എക്സ്. ഇതാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ലാറ്ററൽ ഷിഫ്റ്റ്. ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടി സൈൻ ഐ മൈനസ് ആർ ഇൻറ്റു കോസ് ആർ ആണ്. ഇതിനെ ബേസ് ചെയ്ത് യൂഷ്വലി ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ് വരാറ് കേട്ടോ. ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കുക എന്താണെന്നുള്ളത്. ഓക്കെ ആണല്ലോ? സോ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതാണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ പ്രത്യേകത, തിക്നെസ് കൂടുന്തോറും ലാറ്ററൽ ഷിഫ്റ്റ് കൂടും. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ലാറ്ററൽ ഷിഫ്റ്റ് കൂടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും ലാറ്ററൽ ഷിഫ്റ്റ് കൂടും. എന്ത് കൂടിയാലും ലാറ്ററൽ ഷിഫ്റ്റ് കൂടും. മനസ്സിലായല്ലോ? സോ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനെ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എവിടെയും ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ അത്യാവശ്യമായിട്ട് ലാസ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിനെക്കുറിച്ച് വലിയ തിയറി ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ബേസിക് എക്സാം ഗോയിങ്ങിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. there is an angle called as എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ. യൂഷ്വലി whenever you give it undergoes refraction. പക്ഷേ when it is angle of critical angle, അതിൽ നീ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് റിഫ്രാക്റ്റിംഗ് ഇറ്റ് ജസ്റ്റ് ഗ്രേസ് ത്രൂ ദ സർഫസ്. അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 90 ഡിഗ്രി. അതിൽ കൂടുതലൊരു ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അഥവാ
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ? ഞാൻ പറഞ്ഞു, സോ μ1 sin i ഇസ് ഈക്വൽ ടു μ2 sin r എന്നാണല്ലോ ഇക്വേഷൻ. ഇവിടെ sin r sin 90 ഡിഗ്രി ആവും, ഓർ μ1 sin i ഇസ് ഈക്വൽ ടു μ2 ആവും. ഓക്കെ ആണല്ലോ. സോറി, ഇത് ഓക്കെ. സോ ഇത് ഡെൻസറിന് റെയറിക്കല്ലേ പോകേണ്ടത്. സോ ഇത് μ2 ആണ്, ഇവിടെ ആയിരിക്കും ഇൻസിഡൻറ്റ് വരിക. ദിസ് വിൽ ബി μ1. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓർ sin this critical angle C is equal to μ1 by μ2, or this is 1 by μ2 by μ1, or this is 1 by μ12. അഥവാ sin C is equal to 1 by μ122. മനസ്സിലായോടാ? 1 by μ122. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ മീഡിയം റെയർ ആണെങ്കിൽ സിമ്പിളാണ്. sin C is equal to 1 by μd. വാട്ട് ഈസ് ദ ഡെൻസർ മീഡിയം? അതായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ, ഇഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. സി, വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ, നമുക്കറിയാം r വിൽ ബി 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര? 90 ഡിഗ്രി ആയിരിക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് എ മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 വിത്ത് റെസ്പെക്ട് ടു എയർ. ഹിയർ sin C ഈക്വൽ ടു 1 by μ ഓർ 1 by √2. അപ്പോൾ sin C ഈക്വൽ ടു √2 എന്ന് പറഞ്ഞാൽ C is equal to 45 ഡിഗ്രി. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഗുഡ്. അത് മനസ്സിൽ വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് റേ C ഈക്വൽ ടു 42 ഡിഗ്രി ഫോർ ഗ്ലാസ് ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെച്ചു. അവർ പറഞ്ഞിട്ടുള്ളത് ഇത് 45 ഡിഗ്രിയാണ്. ഇത് നേരെ പോയി ഇൻസിഡൻറ്റ് ചെയ്തു. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഇവിടെ C ഈക്വൽ ടു 42 ഡിഗ്രി എന്ന് പറഞ്ഞു. ലെറ്റ്സ് ട്രൈ ടു കംപ്ലീറ്റ്. ഇതിങ്ങനെ പോയി തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നോർമൽ വരച്ച് കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതിങ്ങനെ പോവാണ്. സോ ദിസ് വിൽ ബി ഓൾസോ 45 ഡിഗ്രി. അപ്പോൾ ഇതും 45 ആവും. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോവും. ദിസ് വിൽ ബി 45 ഡിഗ്രി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഡെൻസറിന്ന് റെയറിലേക്കാണ് പോകുന്നത്. ഡെൻസറിന്ന് റെയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ 45 ഡിഗ്രി കിട്ടി. പക്ഷേ ഇവിടെ 42 ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ എന്ത് പറ്റും? ദിസ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെയുള്ളതാണ് സർക്കിൾ ഓഫ് ഇല്ലൂമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഇപ്പം നമ്മളൊരു വെള്ളത്തിൽ ഇങ്ങനൊരു ബൾബ് വെച്ചു. അപ്പോൾ ഈ ബൾബിൽ നിന്ന് വരുന്ന എല്ലാ റേയും ഇങ്ങനെ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ഹൈറ്റ്? ഹൈറ്റ് h തന്നിട്ടുണ്ടാവും. നിങ്ങളോട് ചോദിക്കുക വാട്ട് ഷുഡ് ബി ദ റേഡിയസ് എന്നായിരിക്കും ചോദിക്കുക. ദാറ്റ് റേഡിയസ് r ഇസ് ഈക്വൽ ടു h ബൈ √of μ² - 1 ആയിരിക്കും. മനസ്സിലായോ? ദാറ്റ് r ഇസ് ഈക്വൽ ടു √of h ബൈ μ² - 1. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഗ്ലാസ് സ്ലാബ് ഒരു തിക്നെസ് 8 പ്ലേസ്ഡ് ആണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് r എന്ന് വെച്ചു. ഇവിടെ r ഇസ് ഈക്വൽ ടു h ബൈ √of μ² - 1 തന്നെ കൊടുക്കാം. ഇവിടെ ഹൈറ്റ് ഇവിടെ h 8 തന്നിട്ടുണ്ട്. √of 5/3 the whole square - 1 ഇതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ എത്രയും പെട്ടെന്ന് 11 ആകുമ്പോഴേക്കും ക്ലാസ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ബേസിക് സിമ്പിൾ അപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. വായിക്കുക, ആ ഇക്വേഷൻ കൊടുക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ഇറ്റ്സ് സ്പാർക്ലിംഗ് ഓഫ് ഡയമണ്ട്. ഡയമണ്ടിൻ്റെ പ്രത്യേകത, ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്, വിച്ച് ഇസ് ലൈക്ക് 2.4. നമുക്കറിയാം μ കൂടുമ്പോൾ C കുറയും, കാരണം sin C ഈക്വൽ ടു 1 by μ. അപ്പോൾ എന്ത് പറ്റി? ചെറിയ C, അതായത് ഇതിനൊരു 24 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൊത്തം റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഉള്ളിൽ ഫുൾ റിഫ്ലക്ഷൻ ആവും. അങ്ങനെ ഇത് സ്പാർക്കിൾ ചെയ്യും. ഓക്കെ ആണല്ലോ. പിന്നെ മിറാഷാണ്. മിറാഷിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ആടുജീവിതം റിലീസ് ചെയ്തു. ആടുജീവിതത്തിലൊക്കെ മിറാഷ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റേ ഇങ്ങനെ ഡെൻസറിന് റയറേക്ക് പോകുന്നവർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരും. അപ്പോൾ ദൂരെയുള്ള ഒരു സാധനം നമുക്ക് അടുത്തുള്ള പോലെ തോന്നും, കാരണം ആൾക്കിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഉള്ള പോലെ തോന്നും. അതിലാണ് മിറാഷ്. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഇങ്ങനെ ഹോളോ വയറാണ്. അതിൽ ഇങ്ങനെ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു ഇതിനുള്ള പാർട്സ്, നമുക്കൊരു കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, ബഫർ ഉണ്ട്. കോർ നടുക്കുള്ളതാണ്, അത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുക. ക്ലാഡിംഗ് അതിൻ്റെ പുറത്ത്, ബഫർ ഏറ്റവും പുറത്തുള്ളത്. വർക്കിംഗ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇടിക്കുന്നു വിച്ച് ഈസ് ലെസ് ദാൻ
നമ്മുടെ എന്തായിരിക്കും ഇടിക്കുന്നത് എപ്പോഴും അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അത് മൊത്തം ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ലൈറ്റ് പൈപ്പ് അതുപോലെ തന്നെയാണ്. നമുക്ക് ലൈറ്റ്സൊക്കെ നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വി ഹാവ് ദിസ് സംതിങ് കോൾഡ് ആസ് എന്താ പറയുക ക്യാമറാസ് പോർട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് പോർട്ട്സ് ആണിത്. ഓക്കെ, സോ ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതാണ് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ളത്. അത്രയും കാര്യം പറയുന്നതോടുകൂടി ഐ ക്യാൻ ഹാപ്പിലി ഫിനിഷ് പാർട്ട് 1 ഓഫ് റേ ഒപ്റ്റിക്സ്. ഐ തിങ്ക് ലാസ്റ്റ് കുറച്ച് റഷ് ചെയ്തെങ്കിൽ അത് റഷ് ചെയ്തത് സിമ്പിൾ ടോപ്പിക്കാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇറ്റ് വാസ് എൻ അമേസിങ് സെഷൻ. ബൈ 2 hours തന്നെ നമുക്ക് വൃത്തിക്ക് കാര്യങ്ങൾ തീർക്കാൻ പറ്റി. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ ആൻഡ് താങ്ക് യു ഓൾ ഫോർ സ്റ്റേയിങ് ദിസ് ലോങ്. അല്ലേ, 2 മണിക്കൂർ ഇസ് എ ഹ്യൂജ് ടൈം. അത്രയും അറ്റൻഷൻ സ്പെൻഡ്. പണ്ട് ഞാൻ 3 hours ഒക്കെ എടുത്തിരുന്നു, ഇപ്പോൾ 2 hours ആണ്. ബട്ട് യുനോ ദാറ്റ്സ് ഇനഫ്. അല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും കുറയും. ഓക്കെ ആണല്ലോ. പ്രിസമൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. പ്രിസം, ലെൻസ്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, അതാണ് അടുത്ത ക്ലാസ്സിലുള്ളത്. അത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. So until then, it's good night and goodbye from Akash here. So thank you for joining here. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ please to leave some comments and that will definitely mean a lot to me. Okay ആണല്ലോ. So thank you so much. Good night.